ആദ്യം തന്നെ ഈ വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും പ്രവാസി മാറ്റേഴ്സ് ചില്ലറ കാര്യത്തിന്റെ പേരിൽ ഹാർദവമായ സ്വാഗതം, നന്ദിയും അറിയിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മൾ നമ്മുടെ ഔദ്യോഗിക ആയിട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്ത ഘട്ടം നമ്മുടെ കീനോട്ട് സ്പീക്കർക്കുള്ളതാണ്. നവാസ് റഷീദിനെ എനിക്ക് തോന്നുന്നത് റിയാദിലുള്ള മിക്കവാറും ആളുകൾക്ക്, സൗദി അറേബ്യയിലുള്ള പല ആളുകൾക്കും, അതേപോലെ തന്നെ ഖത്തറിലും ദുബായിലുള്ള പല ആളുകൾക്കും ഒക്കെ നല്ല രീതിയിൽ പരിചയമുള്ള ആളാണ് നവാസ് റഷീദ്. ഏകദേശം 25 വർഷത്തിലേറെയായി അദ്ദേഹം ഗൾഫിന്റെ അല്ലെങ്കിൽ പ്രവാസത്തിന്റെ വിവിധ മേഖലകളിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ഒരു IT പ്രൊഫഷണലും ഒരു ഒരു സംരംഭകനും കൂടിയാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. നിലവിൽ അദ്ദേഹം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗ്രൂപ്പ് എന്ന ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗ്രൂപ്പിൽ റീജിയണൽ മാനേജറായിട്ടാണ് സേവനം അനുഷ്ഠിക്കുന്നത്. ഫിനാൻഷ്യൽ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് മേഖലയിൽ IT ഓപ്പറേഷൻ മാനേജ്മെന്റ്, കസ്റ്റമർ സക്സസ് തുടങ്ങിയിട്ടുള്ള വിവിധ ശ്രദ്ധേയമായ മേഖലകളിലും അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിന് മുമ്പ് അദ്ദേഹം റോയിട്ടേഴ്സിൽ മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലുമായിട്ടുള്ള നിരവധി നേതൃത്വ ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം വളരെ സജീവമാണ്. IIPSന്റെയും അതേപോലെ തന്നെ സിജിയുടെയും മുൻ ചെയർമാനായിരുന്നു അദ്ദേഹം. നിലവിൽ MES റിയാദ് ചാപ്റ്ററിന്റെ സെക്രട്ടറി കൂടിയായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഒരു ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ കൂടിയായിട്ടുള്ള അദ്ദേഹം, അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളാണ് എന്ന് ഞാൻ പറയാൻ കാരണം. ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ കൂടിയാണ് അദ്ദേഹം. ഒരു കരിയർ കോച്ചാണ്. മെന്ററിംഗ്, ലീഡർഷിപ്പ് വികസനം തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ അദ്ദേഹത്തിന്റെ താല്പര്യവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹം മുദ്ര പതിച്ചിട്ടുള്ളതാണ്. സൈക്കോളജിയിലുള്ള അക്കാദമിക് പശ്ചാത്തലം അദ്ദേഹത്തിന്റെ പിന്നിൽ നിരവധി പേർക്ക് വ്യക്തിത്വ വികസനത്തിനും കാര്യ വളർച്ചക്കും പല രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇനി ഞാൻ എല്ലാം കൂടെ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിനെ വിഷമിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കീനോട്ട് സ്പീക്കർ സൗദി കരിയർ പാത്വേ എന്നിട്ടുള്ള വിഷയത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടും നമ്മളോട് സംസാരിക്കാനും നമ്മളോട് സംവദിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ നവാസ് റഷീദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു മിസ്റ്റർ നവാസ് റഷീദ്. നന്ദി അബൂബക്കർ സാഹിബ്. അതുപോലെ തന്നെ ഇതിന്റെ ഈവന്റ് ഉദ്ഘാടനം ചെയ്ത സിജിയുടെ ചെയർമാൻ മുനീബ്, അതുപോലെ ഈ ഇവന്റിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും ആദ്യം തന്നെ എന്റെയും ഒരു സ്വാഗതം അറിയിക്കുകയാണ്. എന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പ്രസന്റ് ചെയ്യാൻ ഏൽപ്പിച്ചതിന് നമ്മുടെ ചില്ലറക്കാര്യം, ഇതൊരു ചില്ലറക്കാര്യമല്ല എങ്കിലും ആ ബ്രാൻഡിൽ മുന്നോട്ട് പോകുന്ന അദ്ദേഹം ചെയ്യുന്നതെല്ലാം ലളിതമായി കാണുന്നത് കൊണ്ടാണ് അത് ചില്ലറക്കാര്യമാകുന്നത്. ഒരു വലിയ കാര്യം തന്നെയാണ്. ഇതിന്റെ പിന്നിൽ കുറേയധികം എഫേർട്ട് ഉണ്ട്. അപ്പൊ അതിനെന്നെ ക്ഷണിച്ചതിന് ഞാനും നന്ദി അറിയിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനത്തില് ഇവിടെ സൂചിപ്പിച്ചത് പോലെ, മുനീബ് സൂചിപ്പിച്ചതുപോലെ, ജോബ് മാർക്കറ്റ് അല്ലെങ്കിൽ കരിയർ ഗ്ലോബലി തന്നെ, വിശിഷ്യ ഇൻ സൗദി അറേബ്യ, ഒരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിവിധ ഇൻഡസ്ട്രികളെ കുറിച്ചും അതിലൂടെ വരുന്ന ജോബുകളെ കുറിച്ചും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്, അങ്ങനെ വരുന്ന മില്യൺസ് കണക്ക് ജോബുകൾ അതെങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം, അല്ലെങ്കിൽ നമ്മുടെ കഴിവിനും നമ്മുടെ സ്വപ്നങ്ങൾക്കും ചിറക് പകരുന്ന രീതിയിൽ നമുക്ക് ആ അവസരങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ്. ഒരു ചെറിയ ബ്രീഫിങ്ങോട് അല്ലെങ്കിൽ ഒരു മുഖവുരയോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസന്റേഷൻ ഷെയർ ചെയ്യാം. ഇവിടെ മുനീബ് തന്നെ പറഞ്ഞു, നമ്പർ ഓഫ് പുതിയ ഇൻഡസ്ട്രീസും നമ്പർ ഓഫ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ജോബ്സും ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ അതിന്റെ കോമ്പറ്റീഷനും വളരെയധികം കൂടിയിട്ടുണ്ട്. ഞാനിവിടെ 25 വർഷം മുമ്പാണ് സൗദി അറേബ്യയിൽ എത്തുന്നത്. അന്ന് ഇവിടെ ഒരു ജോബ് സൗദി അറേബ്യയിലേക്ക് എത്തുക എന്നതായിരുന്നു ബുദ്ധിമുട്ട്. എന്നാൽ ഇവിടെ ഒരു ജോബ് സെക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിരുന്നു. കാരണം അത്രത്തോളം ഇവിടെ ജോബ് ഹണ്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതോടുകൂടി തന്നെ കാൻഡിഡേറ്റ്സും അത്രത്തോളം ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഈ ജോബ് മാർക്കറ്റ് ഇറ്റ്സ് ലൈക്ക് ആൻ ഓഷ്യൻ, ഒരു സമുദ്രം പോലെയാണ്. ഇറ്റ്സ് സോ വാസ്റ്റ്, ഡൈനാമിക് ആൻഡ് ഫുൾ ഓഫ് റിസോഴ്സസ്. എല്ലാവർക്കും ആവശ്യമുള്ള റിസോഴ്സസ് എല്ലാം ഈ ഓഷ്യനിലുണ്ട്. പക്ഷേ നമ്മുടെ പേഷ്യൻസും
നമ്മുടെ സ്ട്രാറ്റജിയും നമ്മുടെ പെർസിസ്റ്റൻസും നമ്മുടെ സ്കില്ലും അനുസരിച്ചിരിക്കും ഹൗ ക്വിക്ലി വി ക്യാൻ ക്യാച്ച് ദ ഫിഷ്. ചിലപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ജോബ് കിട്ടുന്നത്, ആൻഡ് സംടൈംസ് യു ഹാവ് ടു വെയിറ്റ് ലോങ്ങർ, ആൻഡ് അനദർ ടൈം യു ഹാവ് ടു ഗോ ഡീപ്പർ. ബട്ട് യുവർ പെർസിവറൻസ് ആൻഡ് കൺസിസ്റ്റൻസി ആൻഡ് കണ്ടിന്യൂസ് ഹാർഡ് വർക്കിംഗ്, ഐ എം കോൺഫിഡൻറ്റ്, ആൻഡ് ഐ പ്രോമിസ് യു, eventually you will get what you are looking for. ഇത്രയും ഞാനൊരു ആമുഖം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്യാം. പ്രസന്റേഷൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് അബൂക്കർ സാഹിബ് ഒന്ന് കൺഫേം ചെയ്യാം. യെസ് ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഫൈൻ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ മെയിനായിട്ടും ബിഫോർ ദാറ്റ്, ലൈക്ക് ആരെങ്കിലും ഇവിടെ മലയാളം അല്ല ഇംഗ്ലീഷ് ആണോ വേണ്ടതെന്നുണ്ടെങ്കിൽ യു ക്യാൻ റേസ് യുവർ ഹാൻഡ്. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. നമ്മൾ മലയാളം മീഡിയത്തിലാണ് ഈ ഒരു സെഷൻ ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് എന്നതുകൊണ്ടാണ് ഐ എം മോർ കംഫർട്ടബിൾ ഓർ ഐ എം കംഫർട്ടബിൾ വിത്ത് എയ്തർ മലയാളം ഓർ ഇംഗ്ലീഷ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ടോക്ക്. നമ്മൾ ഇന്നിവിടെ ടോപ്പിക്സ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൗദി ജോബ് മാർക്കറ്റിലെ പ്രധാന ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ദെൻ ഹൗ യു ക്യാൻ ബിൽഡ് യുവർ പ്രൊഫൈൽ so competent to get that job, and third, mastering interview for your success. കാരണം നമുക്ക് ജോബില് മേ ബി യു ആർ highly experienced, highly qualified, skilled enough, but you fail in interviews. So എങ്ങനെയാണ് അതിൽ എന്തൊക്കെയാണ് ടിപ്സ് വേണ്ടത്? ഇനി യു മേ ഹാവ് ഗോട്ട് ഓൾറെഡി ജോബ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ജോബിലായിരിക്കാം, but you're not growing, you're not getting the right job. അത് എങ്ങനെയാണ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ ജോബ് കരിയർ ഗ്രോത്തിന് വേണ്ടത്? ദെൻ വിൽ ഗോ ഇൻ ടു ദ Q&A. ഇത് വളരെ വാസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാം ഡീപ്പായിട്ട് എടുക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഇതൊരു 1000 മൈൽ ഹൈറ്റിലായിരിക്കാം ചില ടോപ്പിക്സുകൾ കവർ ചെയ്യുന്നത്. നിങ്ങളുടെ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇവൻച്വലി വി ക്യാൻ കണ്ടക്ട് ഡീപ്പർ സ്പെസിഫിക് ടോപ്പിക്സ് ഇൻ എനി ഓഫ് ദീസ് ഐറ്റംസ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്നതിൽ കുറെ ടെക്നിക്സും സ്ട്രാറ്റജീസും അല്ലെങ്കിൽ ടൂൾസ് ഇത് ഒരു ഡോക്യുമെന്റ് ആക്കിയിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും നമ്മുടെ ഇതിന്റെ കോർഡിനേറ്റർ അബൂബക്കർ അയച്ചു തരുന്നതാണ്. അതുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓൾവേസ് നമുക്ക് ജോബ് മാർക്കറ്റ് എന്താണ്, അതിന്റെ ഒരു ഇൻട്രോ മുനീബ് പറഞ്ഞു. അപ്പൊ ജോബ് മാർക്കറ്റ് എന്താണ്, അതിന്റെ ട്രെൻഡ് എന്താണെന്ന് അറിയല് വളരെ വളരെ ക്രൂഷ്യൽ ആണ് ഫോർ എനിവൺ. ഞാൻ ഈ ഒരു പ്രസന്റേഷന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസും മിക്സ് ചെയ്തിട്ട് ആണ് ഞാനിവിടെ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ പറയുന്ന പല ഡേറ്റയും നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കി ChatGPT-യിലോ അല്ലെങ്കിൽ കോപ്പൈലറ്റിലോ ഈവൻ ഗൂഗിൾ ജെമിനിയിലോ ഏതെങ്കിലും ഒരു GPT ടൂളിൽ AI ടൂളിൽ കൊടുത്താൽ യു ക്യാൻ ഈവൻ ക്രിയേറ്റ് എ സിമിലർ പ്രസന്റേഷൻ ഇൻ ഫ്യൂ മിനിറ്റ്സ്. അപ്പൊ അത് തന്നെ ഞാൻ വീണ്ടും കുറേയധികം ഡേറ്റ നിങ്ങൾക്ക് തന്ന് കുറെ നിങ്ങളെ വീണ്ടും ബോറടിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഐ എം ഗോണ ഷെയർ മൈ എക്സ്പീരിയൻസ്. അപ്പം ഡേറ്റ നിങ്ങൾ കാണും, പക്ഷെ ഞാൻ അതിലല്ല ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഓൺലി ടു ഗിവ് യു പെർസെപ്ഷൻ അബൌട്ട് ഹൗ യു ക്യാൻ ഫൈൻഡ് ദ ജോബ് ആൻഡ് ഹൗ യു ക്യാൻ ഗെറ്റ് ദെയർ. അപ്പൊ നമ്മുടെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഒരു ഫ്യൂച്ചർ ജോബ്സ് റിപ്പോർട്ട് ഉണ്ട്. അത് എവറി 2 years and sometimes every year they publish it. It's called Future of Jobs. അതുപോലെ തന്നെ സൗദി വിഷൻ 2030, അതുപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട്സ്, ഇങ്ങനെ വേരിയസ് റോൾസ് ഉണ്ട് ടു നോ ദ ജോബ് ട്രെൻഡ് ഇൻ ദ വേൾഡ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഡേറ്റ അല്ലെങ്കിൽ ആ നമ്പേഴ്സ് കാണുന്നത്. ഒരു നെക്സ്റ്റ് 5 years 6.4 million ജോബ്സ് ആണ് ഇവിടെ ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇൻ സൗദി.
അതിൽ തന്നെ 1400+ ജോബ്സ് വരുന്നത് മെഗാ പ്രോജക്ട്സ് ആണ്. മെഗാ പ്രോജക്ട്സിലുള്ള അതല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം വെരിയ, കിദ്വിയ, നിയോമിലെ ചെറിയ പ്രയോറിറ്റീസും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിലും പ്രോജക്ട് സ്റ്റിൽ ഓൺ. അതുപോലെ മറ്റു പല ഇൻഡസ്ട്രീസും ഇന്ന് മുനീബ് ഇവിടെ സൂചിപ്പിച്ചു. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസിലുണ്ട്, ഓയിൽ ഇൻഡസ്ട്രീസിലുണ്ട്, ടൂറിസം പ്രോഗ്രസിങ് എ ലോട്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഇൻഡസ്ട്രീസിലും കൂടി വരുന്ന അല്ലെങ്കിൽ മെഗാ പ്രോജക്ട്സും ഗിഗാ പ്രോജക്ട്സ് അടക്കം ജിദ്ദയിലുള്ള മൈൽ ബിൽഡിംഗ്, അതുപോലെ ഇവിടെ കിങ് സൽമാൻ പാർക്ക്, അതായത് വേൾഡിൽ തന്നെ നമ്പർ 1 മെഗാ ഗിഗാ പ്രോജക്ട്സുകളാണ് ഇൻ പ്രോഗ്രസ്. അതിൽ 75% ഓഫ് ദം മോസ്റ്റ്ലി ലിമിറ്റഡ് അല്ലെങ്കിൽ അത് വരുന്നത് കൂടുതലും കൺസ്ട്രക്ഷൻ, ടൂറിസം, ടെക്, ഹെൽത്ത് കെയർ ആൻഡ് ലോജിസ്റ്റിക്സ് ഡൊമൈൻസിലാണ്. ഓഫ് കോഴ്സ് അതർ ഇൻഡസ്ട്രീസും ഇതിന്റെ റിമൈനിങ് 25% വരുന്നുണ്ട്. അതിലൊരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ആസ് പെർ ദി കറന്റ് സിറ്റുവേഷൻ 35% ഓഫ് ജോബ്സ് ആർ റിസർവ് ഫോർ Saudi nationals, which means even a higher number is still available for the expatriates. And അതിനകത്തിൽ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൗദിയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇയർ ബൈ ഇയർ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞു വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അല്ലെങ്കിൽ എക്സ്പാട്രിയേറ്റ്സിനുള്ള അവസരങ്ങൾ ഇതോടൊപ്പം കൂടി വരും എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇതില് 65% ആണ് നമുക്ക് സ്വാഭാവികമായിട്ടും എക്സ്പാട്രിയേറ്റ്സിനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് 6.4 മില്യൺ ജോബ്സിൽ അപ്രോക്സിമേറ്റ്ലി 4 മില്യൺ ജോബ്സ് will be available for us in different industries. ഇനി ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അതിപ്പം ഐ ഡോണ്ട് തിങ്ക് ഐ എം ഗോയിങ് ടു ബി ദ ഫസ്റ്റ് പേഴ്സൺ ടെല്ലിങ് യു ദിസ് സ്റ്റോറി ഓർ അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ. ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് ഉള്ള ജോബ് കാറ്റഗറീസ് അല്ലെങ്കിൽ ഫങ്ഷണൽസ്, ഇപ്പൊ റിഗാർഡ്ലെസ് ഓഫ് എനി ഇൻഡസ്ട്രീസ്, വെദർ ഇറ്റ് ഈസ് ഓട്ടോമോട്ടീവ് ഓർ ഓയിൽ ഇൻഡസ്ട്രി ഓർ ടൂറിസം ഓർ ഫിനാൻസ് ഓർ ടേക്ക് എനി നെയിം, കൺസ്ട്രക്ഷൻ, ഇതില് AI ആൻഡ് ഓട്ടോമോട്ടീവ് AI ആൻഡ് ഓട്ടോമോട്ടീവ് ആണ് ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. ഓട്ടോമേഷൻ, അതുപോലെ റിന്യൂവബിൾ എനർജി, ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസ്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, കൺസ്ട്രക്ഷൻ, ഫിൻടെക്, ഇതെല്ലാം ഫാസ്റ്റ് ഗ്രോയിങ് ജോബുകളാണ്. പക്ഷെ ഓൺ യുവർ റൈറ്റ് സൈഡ് നമുക്ക് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയധികം ഫങ്ഷൻസ് ഉണ്ട്. അതിൽ റൂട്ടീൻ ആയിട്ടുള്ള ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോബുകൾ, ട്രഡീഷണൽ ആയിട്ടുള്ള റീറ്റെയിൽ ബിസിനസ്, മാനുവൽ ആയിട്ടുള്ള ഡേറ്റ എൻട്രീസ്, കൺവെൻഷണൽ ദ ഓൾഡ് മോഡൽ ഓഫ് പ്രിന്റിംഗ് മീഡിയാസ്, ഇതെല്ലാം നമുക്കറിയാം. ഇവിടുത്തെ തന്നെ പല പ്രിന്റിംഗ് മീഡിയാസും ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, പകരം ദേ മൂവ് ടു ഓൺലൈൻ മീഡിയാസ്. അപ്പം ലോ സ്കിൽ മാനുഫാക്ചറിങ്. അപ്പം നിങ്ങൾ ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ജോബ്, അത് നിങ്ങളുടെ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ നിലവിലുള്ളതെങ്കിൽ യു ഹാവ് ടു തിങ്ക് ഓഫ് മൂവിങ് ടു ദ ലെഫ്റ്റ് സൈഡ്. ഇനി നിങ്ങൾ നിലവിലുള്ള ജോബ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ജോബ് ചേഞ്ച് അല്ലാതെ യുവർ സ്കിൽ, ഇത് മോസ്റ്റ്ലി ഞാൻ ഇവിടെ പറഞ്ഞത് സ്കിൽസ് ആണ്. അപ്പൊ നിങ്ങളുടെ സ്കിൽസ് റൈറ്റ് സൈഡിൽ മാത്രമാണ് ഉള്ളതെങ്കിൽ യു മേ ലൂസ് യുവർ ജോബ്. അപ്പൊ ഇതില് നിങ്ങൾക്കറിയാം ഫ്യൂച്ചർ ജോബ്സ് റിപ്പോർട്ട് 2025 പ്രകാരം തന്നെ 170 മില്യൺ ന്യൂ ജോബ്സ് ആണ് ഗ്ലോബലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിലവിലുള്ള 92 മില്യൺ ഡിസ്പ്ലേസ്ഡ് ആണ്, ദേ വിൽ ഡിസപ്പിയർ. പക്ഷെ അപ്പോഴും നമ്മളെപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വി ഓൾവേസ് തിങ്ക് ദാറ്റ് യുനോ because of AI, because of automation, people are losing job. No, that's not the case. അതായത് നമ്മൾ അതിൽ വെൽ എക്വിപ്ഡ് അല്ലെങ്കിൽ സ്കിൽഡ് ഇനഫ് അല്ലെങ്കിൽ യു മേ ലൂസ് ദ ജോബ്. അതല്ലെങ്കിൽ യു ഹാവ് നമ്പർ ഓഫ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, നമ്പർ ഓഫ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ ആകെയുള്ള റിസ്ക് എന്ന് പറയുന്നത് ഇസ് നോട്ട് AI. The risk is like people do not continuously learn or upskilling, of course will be replaced by someone else. അപ്പം ഇതിന്റെ 59% ഓഫ് കറന്റ് ജോബ്, ഇപ്പൊ നിലവിലുള്ള ജോബുകൾ നിങ്ങൾ ഒന്നുകിൽ കംപ്ലീറ്റ്ലി റീസ്കിൽ ചെയ്യേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അപ്സ്കിൽ ചെയ്യേണ്ടി വരും. അതല്ല സപ്പോസ്
if it's on your left side, നിങ്ങൾ already AI and automation skills ഉണ്ട്, but not enough, then you will have to upskill. So either upskilling or reskilling. This is a must. But just to summarize that part, you need to improve your analytical thinking, your creative problem solving, or digital and AI literacy, or communication and leadership, cultural intelligence, continuous learning. ഈ കാര്യങ്ങള് നിങ്ങള് whether you are in like a manager or like a entry level job or a senior executive, regardless, you must think of improving your skills. Maybe in future നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ നിങ്ങളുടെ എക്സ്പീരിയൻസിനോ ചിലപ്പം വെറും പേപ്പർ വാല്യൂവും സ്കിൽസിന് ഹൈ വാല്യൂവും ഉണ്ടാകുന്ന ഒരു സമയം ഇപ്പോൾ തന്നെ ഉണ്ട്. ബട്ട് ഇൻ ഫ്യൂച്ചർ ദാറ്റ് മേ ബി ദ ഓൺലി ക്രൈറ്റീരിയ employers will be looking for the candidates. So think about, improving your skills. ഇനി എങ്ങനെയാണ് how can we prepare for those jobs? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇതിൽ ആദ്യം ഏത് എന്നുള്ളതൊന്നും ഹൈലി ഇമ്പോർട്ടൻ്റ് അല്ല. CV, നിങ്ങളുടെ ബയോഡേറ്റ എന്ന് പറയുന്നത് നിങ്ങളൊരു ഹോളി ബുക്ക് മാതിരിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബയോഗ്രഫി മാതിരി. ആ CV അല്ലെങ്കിൽ റെസ്യൂം, ബയോഡേറ്റ എന്ന് പല പേരിട്ട് വിളിക്കും. അതിന് ഡിഫറൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. whether it is a resume or biodata or curriculum vitae, അപ്പം അത് നിങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിലൊന്ന് വളരെ ക്ലിയർ ആയിരിക്കണം, ATS ഫ്രണ്ട്ലി ആയിരിക്കണം. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ആർ in call or in the session know about ATS. So it's an automatic tracking system ആണ്. അപ്പൊ നിങ്ങൾ പണ്ടാണെങ്കിൽ നമ്മളെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ടേബിൾസും ഒക്കെ വെച്ചിട്ടാണ് CVs ക്രിയേറ്റ് ചെയ്യല്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ, ക്ലിയർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് അതിലുണ്ടാവണം. നമ്മളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഒരു ഇതിൽ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ CV-യിൽ ഞാൻ അതിന്റെ ഒരു ഡെമോ നെക്സ്റ്റ് ഒരു സ്ലൈഡ് കൂടെ കഴിഞ്ഞാൽ കാണിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഓരോ അച്ചീവ്മെന്റ്സും അല്ലെങ്കിൽ ഓരോ എക്സ്പീരിയൻസും കാണിക്കുമ്പോൾ ആ എക്സ്പീരിയൻസ് ക്വാണ്ടിഫയബിൾ ആയിരിക്കണം എംപ്ലോയർക്ക്. പ്രത്യേകിച്ചും ഇതൊരു ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ CVs അല്ലെങ്കിൽ പ്രൊഫൈൽസ് കളക്ട് ചെയ്യപ്പെടുന്നത് ത്രൂ ലിങ്ക്ഡിൻ ആണ്. സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് വൺ. ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരു ഇൻറ്റു മാർക്ക് സ്ക്രീനിൽ ഷെയർ ചെയ്ത സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഒരു റെഡ് ഇൻറ്റു മാർക്ക്, അത് എനിക്ക് മാത്രം കാണുന്നതാണോ? കാണുന്നുണ്ടോ? അത് എവിടുന്നാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ടെക്നിക്കൽ ആണല്ലോ, അത് ഇതിന്റെ ഹോസ്റ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഏതോ ഒരു മൊബൈൽ നമ്പർ ആണ് അതിൽ വന്നത്. അബൂബക്കർ സാഹിബ് ഒന്ന് പ്ലീസ് ടേക്ക് കെയർ, ഐ വിൽ കണ്ടിന്യൂ. അപ്പൊ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇൻറ്റു മാർക്ക് മീൻസ് യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് അത് ഏതാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് അല്ലെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ഷെയറിംഗ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു സെക്കൻഡ്. ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല. അത് മൂവബിൾ ആണ് അവിടെ കാണുന്നത്. ഞാനത് സ്റ്റോപ്പ് ഷെയറിംഗ് ചെയ്തിട്ട് ഐ ആം ഷെയറിംഗ് ഇറ്റ് അഗൈൻ. Now it disappeared. Yeah. I hope it's not there now. It's not there. Okay, thank you. അല്ലാതെ ചിലപ്പോൾ ഒരു ടോട്ടലി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. Yes. താങ്ക് യു. അപ്പം പറഞ്ഞത് ലിങ്ക്ഡിൻ വളരെ ക്രൂഷ്യൽ ആണ് ഫോർ എനിവൺ ഹൂസ് ലുക്കിംഗ് ഫോർ എ ജോബ് ഓർ ലുക്കിംഗ് ഫോർ എ കരിയർ ഗ്രോത്ത്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ് ടു ഡേറ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് പ്രൊഫഷണലി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യൽ ആണ്. ഞാൻ എൻ്റെ പെർട്ടിക്കുലർ പേഴ്സണൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിലും, I'm working for, I've been working for Reuters, then Thomson Reuters, Refinitiv, now with the London Stock Exchange.
ഞാൻ ഈ കഴിഞ്ഞ നവംബറിൽ ഐ ഗോട്ട് എ redundancy, which means I have to move to a different job or I have to move to a different role. I was working as a regional technical implementation manager for Middle East and Africa, and I was managing around 45 engineers across the Middle East and Africa through direct employees and different so and so. But what happened is, last 5 years, that especially after COVID, I would say, we were all moving to completely remote mode of implementation and remote way of delivering the solutions. അതുകൊണ്ട് തന്നെ being in Saudi Arabia is not എന്താ പറയാ, കമ്പനിക്ക് അവിടെ ആ ഒരു പെർട്ടിക്കുലർ റോൾ ഞാൻ സൗദി അറേബ്യയിൽ തന്നെ ബേസ് ചെയ്യണം എന്നുള്ളത് ഒരു മസ്റ്റ് അല്ല. So I was asked to move either to Europe, one of the European countries, or to India, or to different, couple of locations they have decided. Any remote management role should be based in those countries. It's a reality. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനത്തെ റിയാലിറ്റീസ് ഒക്കെ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. യു മേ ബി തിങ്കിങ് ദാറ്റ് യു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ യുവർ കമ്പനി ആൻഡ് ഫോർ യുവർ, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി തന്നെ മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന പലരും ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആദ്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജോബ് നിങ്ങൾ തന്നെ ആസ് എ പേഴ്സൺ യു ഷുഡ് ഡു ഫ്രം യുവർ ഓഫീസ് ആൻഡ് ഫ്രം ദിസ് കൺട്രി. ഈസ് ഇറ്റ് യെസ് ഓർ നോ? അത് നോ ആണെങ്കിൽ യുവർ കറന്റ് റോൾ ഇസ് അണ്ടർ റഡാർ ആൻഡ് യുവർ കറന്റ് ജോബ് ഇസ് ക്രിട്ടിക്കൽ. ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. അപ്പൊ ആ സമയത്താണ് ഐ വാസ് തിങ്കിങ് അബൌട്ട് ഈവൻ മൈ സെൽഫ്. എന്റെ ലിങ്ക്ഡിൻ പേജ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കും എന്നുള്ളതല്ലാണ്ട് ഇടയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യും ഞാൻ. ബട്ട് ബിയോണ്ട് ദാറ്റ് ഐ വാസ് നോട്ട് കീപ്പിംഗ് ഇറ്റ് അപ്ഡേറ്റഡ്. സോ ഐ വെന്റ് ത്രൂ എ കംപ്ലീറ്റ് കൺസൾട്ടൻസി that I have updated my CV, I have updated my LinkedIn profile, and then I have started getting inquiries from many of the employers and my colleagues, friends, that are you looking for job or are you moving out? So ഞാൻ ആ രീതിയിൽ അതിനെ ഫൈൻ ട്യൂൺ ചെയ്തപ്പോഴത്തേക്ക് number of opportunities started coming to me. But otherwise people think that is very stagnant CV അല്ലെങ്കിൽ LinkedIn page. You will not get any job opportunities coming to you unless you apply for it. So LinkedIn വളരെ വളരെ important ആണ്. The third is the networking strategy. So networking strategy എന്ന് പറയുന്നത് is not only LinkedIn. Just give me a second. പലപ്പോഴും ആൾക്കാർ തിങ്ക് ചെയ്യുന്നത്, especially I'm telling you this particular message for the new Gen Z or maybe in future Gen Alpha. Networking is not only social media networking or LinkedIn like virtual networking. There are a number of other networking available, including, for example, ഇപ്പോൾ നമ്മൾ ചില്ലറ കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതും ഒരു നെറ്റ്വർക്കിംഗ് ആണ്. So he is connecting various people into one platform for finding their job. ഇതേപോലെ തന്നെ നമ്മൾ സ്വിജിയുടെ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ പ്രൊഫഷണൽ ബിസിനസ് ഗ്രോത്ത് ക്ലബ് ഉണ്ട്, ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ് ഉണ്ട്. അതുപോലെ നമ്പർ ഓഫ് ഓർഗനൈസേഷൻസ് ദേ ഹാവ് ഡിഫറെന്റ് ക്ലബ്സ് ഓർ പ്ലാറ്റ്ഫോംസ് ടു നെറ്റ്വർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള നെറ്റ്വർക്കിലൂടെ എല്ലാം യു ക്യാൻ ഫൈൻഡ് എ ജോബ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സ് കൊളീഗ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോബിലെ ആ കമ്പനീസിലുള്ള എംപ്ലോയീസുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ്. അപ്പം അതുപോലെ തന്നെ സൗദി റിക്രൂട്ടേഴ്സുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ്. അപ്പൊ ഇങ്ങനെ നമ്പർ ഓഫ് ടീം അല്ലെങ്കിൽ നമ്പർ ഓഫ് കമ്പോണൻസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദിസ് നെറ്റ്വർക്കിംഗ്. അപ്പൊ അതുകൊണ്ട് നെറ്റ്വർക്കിംഗ് ഈസ് നോട്ട് അബൌട്ട് ലിങ്ക്ഡിൻ ഓൺലി. ഞാൻ പറയും സംടൈംസ് അതായത് നിങ്ങളെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ ലിങ്ക്ഡിൻ മേ ബി ദ മോസ്റ്റ് പവർഫുൾ. നിങ്ങളുടെ വിസിബിലിറ്റി ആസ് ആൻ എംപ്ലോയി, that once you update your LinkedIn page, thousands of companies, thousands of colleagues will come to know about you. പക്ഷേ ജോബ് കിട്ടാൻ പലപ്പോഴും നിങ്ങൾ ഫിസിക്കലി നിങ്ങൾക്കറിയുന്ന നോൺ നമ്പർ ഓഫ് പീപ്പിൾ മൈറ്റ് ബി മോർ പവർഫുൾ ഫോർ യു ടു ഗെറ്റ് എ ജോബ്. അതായത്
സൗദി അറേബ്യയിൽ ഇൻ ജനറൽ ഗ്ലോബലി തന്നെ, പക്ഷെ സൗദി അറേബ്യയിൽ റെഫറൽ ആയിട്ട് ജോബ്സ് കിട്ടുന്നതാണ് കൂടുതലും സംഭവിക്കലും. അതുകൊണ്ടാണ് ചിലര് എനിക്കിപ്പോ ഈ നമ്മുടെ സെഷനുമായിട്ട് ബന്ധപ്പെട്ട കിട്ടിയ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നുണ്ട്, ഐ എം സെൻഡിങ് CVs to everywhere, to every company, sometimes getting called for interview, sometimes even not, and sometimes I finish my interview but no job. So references are very very crucial. അപ്പം ഇങ്ങനെയുള്ള കുറെ അധികം ഡീറ്റെയിൽസ് ആണ് നമ്മൾ അടുത്ത ഒരു 2-3 സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യു ക്യാൻ ഇംപ്രൂവ് ദി probability of getting a job. So once to conclude, CV is very crucial, a LinkedIn page is very crucial, and the networking strategy, not only with LinkedIn, not only with the virtual or virtual portals or virtual platforms, but think about the other small networks, which is much more powerful than the LinkedIn sometimes, LinkedIn or any similar platforms. Now, LinkedIn. So, LinkedIn നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ പേജിലേക്ക് വരാം. അതിനു മുമ്പ് ജസ്റ്റ് ടു ഗിവ് യു ആൻ ഐഡിയ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രൊഫഷണൽ ഫോട്ടോ. ഞാൻ വെരി റീസെൻ്റ്ലി ഒരു 2 weeks ബാക്ക് ഞാൻ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കൊരു CV വന്നിരുന്നു. ഞാൻ അപ്പൊ കൊച്ചി എയർപോർട്ടിലാണ് ഇറങ്ങുന്നത് കൊണ്ട് ആ കാൻഡിഡേറ്റ് അതിന് തൊട്ടടുത്താണ് താമസിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ടും ഐ തോട്ട് ടു മീറ്റ് ഹിം. സോ ഞാൻ അവിടെ പോയി മീറ്റ് ചെയ്തു. ദെൻ ഞാൻ ജോബ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്ത് നോക്കി. സോ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ അതിലൊരു പ്രോപ്പർ പ്രൊഫഷണൽ ഫോട്ടോ ഉണ്ടായിരുന്നില്ല, അതിന്റെ ഡിസ്ക്രിപ്ഷൻ പ്രോപ്പർ ആയിരുന്നില്ല. സോ വി സ്റ്റാർട്ടഡ് ലൈക്ക് എ മെന്ററിംഗ് സെഷൻ 1-to-1. അതിന്റെ ഗൈഡൻസ് ഞാൻ കൊടുത്തു. സോ ആൻഡ് ഹി മേഡ് ഇറ്റ് വെരി വെൽ നൗ. അപ്പം അതിന്റെ നമ്മുടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ജോബ് യു ഹാവ് ടു ഇൻക്രീസ്. അതല്ലാതെ നമ്മളിപ്പോ ഒരു CV ഒക്കെ തയ്യാറാക്കി അയച്ചു, ദ എംപ്ലോയർ വിൽ ലുക്ക് ഇൻ ടു യുവർ പ്രൊഫൈൽ ആൻഡ് ദേ വിൽ ഡിസപ്പോയിന്റ് ഫ്രം ദ ബിഗിനിങ്. സോ യു നോട്ട് ബി ഈവൻ ഗെറ്റ് എ കോൾ ഫോർ എൻ ഇന്റർവ്യൂ. അപ്പം ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഫോട്ടോ ആൻഡ് ഇറ്റ്സ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വാട്ട് ഈസ് ഇറ്റ് ഇമ്പോർട്ടൻസ്. അപ്പൊ അത് 2 രീതിയിലാണ്. ഒന്നുകിൽ ഇൻ വിച്ച് കമ്പനി ആർ യു വർക്കിംഗ് ഫോർ, ഇറ്റ്സ് ഒരു ബ്രാൻഡിങ് കൂടിയാണ്. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൽസെക്കിന്റെ ബ്രാൻഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ്സ് എ ബിഗ് ബ്രാൻഡ്. സോ ഫോർ someone maybe it might be different. Maybe you can position yourself either for a job or a business what you're looking for. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Suppose if you're an artist, so you can even use the background for reflecting what you are or what you're looking for. So either way, what you are today or what you're looking for, ഇത് 2 വേണമെങ്കിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാം. പ്രൊഫഷണൽ ഫോട്ടോയും ഇറ്റ് നീഡ് നോട്ട് ടു ബി ഓൾവേസ് ലൈക്ക് എ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ദാറ്റ്സ് വാട്ട് ഐ എം യൂസിങ്. എൻ്റെ മക്കളെ എപ്പോഴും പറയാറുണ്ട് ഇതിനെ കുറച്ചുകൂടെ നല്ല വേറെ രീതിയിലുള്ള സ്റ്റൈൽ ഫോട്ടോസ് ഒക്കെ ഉപയോഗിക്കണമെന്ന്. മേ ബി ഐ എം സ്റ്റിൽ ഇൻ ദ ഓൾഡ് സ്കൂൾ. പക്ഷെ നിങ്ങൾക്ക് അതൊരു പ്രൊഫഷണൽ ലുക്കിംഗ് ആയിരിക്കണം. ബട്ട് ഇറ്റ് ക്യാൻ ബി ഇന്നോവേറ്റീവ്, ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റീവ്. അതുപോലെ ഹെഡ്ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളെ ഹെഡ്ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് പ്രൊഫൈലും എക്സ്പീരിയൻസും ഒക്കെ കൂടിയിട്ട് ഒരു 2 to 3 ലൈൻസിൽ നിങ്ങൾ വളരെ സിമ്പിൾ ആൻഡ് 2 to 3 ലൈൻസിലേക്ക് അതിനെ ലിമിറ്റ് ചെയ്ത് ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രം ദി വൺ ഇമ്മീഡിയറ്റ് ലുക്ക് ദേ വുഡ് കം ടു നോ ദാറ്റ് വാട്ട് യു ആർ ഓർ വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. അത് കണ്ടിട്ട് വേണം എന്ത് ചെയ്യുക. They will scroll down to the rest of the information. അത് തന്നെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ they may not even scroll down to your profile. So അത് വളരെ ക്രൂഷ്യൽ ആണ്. Then the about അല്ലെങ്കിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് you can be little more in detail. അവിടെയും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. What you are and what you're looking for. ഇത് 2 വളരെ ക്ലിയർ ആയിരിക്കണം. കാരണം അത് വായിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവണം എന്താണ് നിങ്ങൾ നോക്കുന്നത്. ഇത് 2 ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഇനി അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പറയുന്നത് സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ആയിരുന്നു ഒരു കാലത്ത് വളരെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജോബ് കിട്ടാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ബട്ട് എന്നാൽ ഇന്ന് ഏറ്റവും ആവശ്യം നിങ്ങളുടെ സ്കില്ലാണ്. അതിന്
ആ സ്കിൽസ് ഏതൊക്കെയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആഡ് ചെയ്യണം. എൻഡോഴ്സ്മെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ പറയണം എനിക്കിതറിയാം, മറ്റ് പല സ്കിൽസുകളും അറിയാം, മേ ബി യു ആർ നോട്ട് റിയലി ഹാവിങ് ദാറ്റ് സ്കിൽ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൊളീഗ്സിനെടുത്തോ നിങ്ങളുടെ മാനേജേഴ്സിനെടുത്തോ ഈവൻ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെടുത്തോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിനെ ഒന്ന് എൻഡോഴ്സ് ചെയ്യാൻ പറയാം. ഇറ്റ് ഹാസ് ടു ബി ജെന്യൂൻ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ജെന്യൂൻ, നോട്ട് ലൈക്ക് സംതിങ് ദേ ജസ്റ്റ് എൻഡോഴ്സ് യു ആൻഡ് യു ഡോണ്ട് ഹാവ് ദാറ്റ് സ്കിൽ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. CV-യുടെ കേസിലാണെങ്കിലും ശരി, ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ കേസിലാണെങ്കിലും ശരി, നിങ്ങൾക്കറിയാത്ത ഒരു സ്കില്ലും ഒരു കീവേഡും നിങ്ങളുടെ പ്രൊഫൈലിലോ ലിങ്ക്ഡിൻ പേജിലോ CV-ലോ ഉണ്ടാവാൻ പാടില്ല. ഞാൻ അതിലേക്കും കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് നേരത്തെ മാതിരി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോബിലേക്കുള്ള എക്സ്പീരിയൻസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചിലർ ചിലപ്പോൾ കഴിഞ്ഞ 25 വർഷത്തെ എല്ലാ എക്സ്പീരിയൻസും ഇങ്ങനെ കുറേ അധികം ലോങ് സ്റ്റോറി മാതിരി ഇടുന്നത് കണ്ടിട്ടുണ്ട്. ദർ ഇസ് നോ വാല്യൂ ഫോർ ദാറ്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് യുവർ കറന്റ് ജോബ് ഓർ ദ റിലവൻറ്റ് പാസ്റ്റ് മേ ബി 5 or to 10 years of experience. കഴിഞ്ഞ 20 വർഷം മുമ്പ് നിങ്ങൾ ഡിഫറെന്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ ഒരു 1 ലൈനിൽ മാത്രം മതിയാവും. പക്ഷെ ഡെപ്ത് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത് കറന്റ് ജോബ് എക്സ്പീരിയൻസ്. അതിൽ ഏറ്റവും കൂടുതൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് യു ടു ബി പ്രൗഡ് ഓഫ് യുവർ എക്സ്പീരിയൻസ്, ബട്ട് ഫോർ യു ടു ബി പിക്ഡ് ആൻഡ് സെലക്ടഡ് ബൈ ദി എംപ്ലോയർ. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ ആ ടാർഗറ്റ് ജോബ് അല്ലെങ്കിൽ ടാർഗറ്റ് എംപ്ലോയറെയും കൂടി ഫോക്കസ് ചെയ്തിട്ട് വേണം അത് റൈറ്റ് ചെയ്യാൻ. ഇതൊന്നും എഴുതുന്നതിന് ഒരു 5 years ബാക്ക് അല്ലെങ്കിൽ 3 years ബാക്ക് ആണെങ്കിൽ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു നമ്മൾ പ്രോപ്പറായിട്ട് എഴുതുക എന്ന് പറയുന്നത്. ഇന്ന് അതെല്ലാം ഇറ്റ് ഈസ് വെരി 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 സിമ്പിൾ. യു ക്യാൻ യൂസ് ChatGPT or anything, ബട്ട് മേക്ക് ഷുവർ ChatGPT-യോ അല്ലെങ്കിൽ ജെമിനിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല കീവേഡ്സും അത് ആഡ് ചെയ്യും. ആ വേർഡ്സ് നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ യു ഹാവ് ടു കസ്റ്റമൈസ് ആൻഡ് മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് യു അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ് ബിഫോർ ദി എംപ്ലോയർ. സോ അതാണ് അടുത്ത പോയിന്റും കീവേഡ്സ് എന്ന് പറയുന്നത്. ദ ഫൈനൽ വൺ ഇസ് റെക്കമെൻഡേഷൻ. നേരത്തെ നമ്മൾ സ്കിൽ എൻഡോഴ്സ്മെന്റ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കൊളീഗ്സിനോ അല്ലെങ്കിൽ മറ്റ് എംപ്ലോയേഴ്സിനോ ഒക്കെ ദേ ക്യാൻ റെക്കമെൻഡ് യു ഫോർ എ പെർട്ടിക്കുലർ ജോബ്. അത് നിങ്ങളൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ സപ്പോസ് നിങ്ങൾ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്നു, ആ ജോബില് അല്ലെങ്കിൽ ആ എംപ്ലോയറുടെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഡൊമൈനിലുള്ള ആൾക്കാരെ നിങ്ങൾ ആദ്യം ഇതിൽ നെറ്റ്വർക്കിങ്ങിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ അതിന്റെ നെക്സ്റ്റ് ഡെമോ അതാണ്. അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഫ്രം കപ്പിൾ ഓഫ് പീപ്പിൾ, നോട്ട് എറ്റ് ലോട്ട്, വളരെ റിലവൻ്റ് ആയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസും എൻഡോഴ്സ്മെന്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് വേറൊരു സംഗതി വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പബ്ലിക് പ്രൊഫൈൽ ബാഡ്ജ് ക്രിയേറ്റ് ചെയ്യാം ഫ്രം ലിങ്ക്ഡിൻ, ഫ്രം യുവർ പ്രൊഫൈൽ. എന്നിട്ട് ആ ബാഡ്ജ് നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ, സപ്പോസ് ഇഫ് യു ഹാവ് എ വെബ്സൈറ്റ് ഓർ ഇഫ് യു ഹാവ് എനി അതർ വ്ലോഗ് നിങ്ങൾ എഴുതുമ്പോൾ ഈ ഒരു ബാഡ്ജ് അതിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ അഡ്വാൻറ്റേജസ്, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടുന്ന് ഒരു 1 click they can come to your profile. With that, let me show you my profile. സാബ് എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ലിങ്ക്ഡിൻ പേജ് കൺഫേം ചെയ്താൽ ക്ലിയർ ആണ്. യെസ്, ഓക്കെ. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പ്രൊഫൈൽ പിക്ചർ ആണ്. ഈ പ്രൊഫൈൽ പിക്ചർ എപ്പോഴും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഞാനിപ്പോ റീസെന്റ് ഞാനൊരു മെന്റർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കൂടി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ടാവട്ടെ. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ പിന്നെ അല്ലെങ്കിൽ അവരുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പ്രൊഫൈൽ പിക്ചറിന് ഒരു അല്പം യു ക്യാൻ ബി ലിറ്റിൽ മോർ ക്രിയേറ്റീവ്.
ഇതിപ്പോ എൻ്റെ ഒരു സീനിയർ മാനേജറുടെ പ്രൊഫൈലാണ്. ഇത് മറ്റൊരു എൻ്റെ ഒരു കൊളീഗിന്റെ പ്രൊഫൈലാണ്. ഇത് നിങ്ങൾക്കറിയാം, സുഹാസ് ചെപ്പാല ഇവിടെ റിയാദിലെ അദ്ദേഹത്തിന്റെ പ്രൊഫൈലാണ്. പക്ഷേ നിങ്ങൾ അവിടെ നോക്കുക, ബാക്ക്ഗ്രൗണ്ട് പിക്ചർ he did not use his company but rather use his own passion, അല്ലെങ്കിൽ ആ പാഷനായിട്ട് അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അപ്പൊ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ യു ക്യാൻ യൂസ് ഇറ്റ് ഡിഫറെന്റ് വേസ്. അതുപോലെ ഇപ്പൊ റീസെന്റ് ഞാൻ പറഞ്ഞു, so I like this profile picture, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. സോ ഇറ്റ് നീഡ് നോട്ട് ടു ബി ഓൾവേസ് ഒരു നോർമൽ സിമ്പിൾ പാസ്പോർട്ട് സൈസ് പിക്ചർ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി മോർ ക്രിയേറ്റീവ്. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി നോക്കുന്നത് എന്നുള്ളതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇതിലുണ്ടാവണം. അതുപോലെ നിങ്ങളുടെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെഡ്ലൈൻ ആണ്. ഈ ഹെഡ്ലൈനിൽ ഉണ്ടാവണം വാട്ട് യു ആർ, സോ വാട്ട് ജോബ് ആർ യു ലുക്കിംഗ് ഫോർ. അപ്പൊ അതിൽ വളരെ ക്ലിയർ ആയിട്ട് ആള് കൊടുത്തിട്ടുണ്ട്. AI/ML എഞ്ചിനീയർ ആണ്, കമ്പ്യൂട്ടർ വിഷൻ, ഡീപ്പ് ലേണിംഗ്, അങ്ങനെ ആ രീതിയിൽ. അപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ until 3 to 4 months back I was using like a technical implementation special manager for the region ആയിരുന്നു. Sorry. Very recently, from Jan, I've moved to enterprise data solution specialist role for the region. So I'm covering continent, Central Europe and Middle East and Africa region. അപ്പം ആ രീതിയിൽ എൻ്റെ പ്രൊഫൈല് ഞാൻ മോഡിഫൈ ചെയ്തു. അപ്പം അത് കഴിഞ്ഞാൽ ദെൻ ദ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ്, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ പിക്ചേഴ്സ് അവൈലബിൾ ആണ്, പെയ്ഡ് ബാക്ക്ഗ്രൗണ്ട്സ് അവൈലബിൾ ആണ്. ഞാൻ അതിന്റെ ലിങ്ക്സ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്ന ഡോക്യുമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. മേക്ക് ഷുവർ യു ആർ ഡൗൺലോഡിങ് ഓൺലി പിക്ചേഴ്സ് വിതൗട്ട് ലൈസൻസ്. നിങ്ങൾ ലൈസൻസ്ഡ് പിക്ചർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു മേ ബി ഇൻ ട്രബിൾ. അപ്പൊ അത് വളരെ കെയർഫുൾ ആയിരിക്കണം. അതുപോലെ അത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എൻഗേജിങ് വിത്ത് അതർ യുവർ നെറ്റ്വർക്ക്. അതുപോലെ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ നിങ്ങളുടെ നെറ്റ്വർക്ക് ആണ് 500+ കണക്ഷൻസ്. ഇത് മിനിമം ആണ്. ഈ 500+ കണക്ഷൻസ് എന്ന് പറയുന്നത് വെറുതെ നിങ്ങൾ കാണുന്നവരൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു 500+ ആക്കലല്ല ചെയ്യേണ്ടത്. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു റിസർച്ച് യുവർ ജോബ്, പെർട്ടിക്കുലർ ജോബ് ഡൊമൈൻ. എന്നിട്ട് ആ ജോബ് ഡൊമൈനിലുള്ള യു ലിസ്റ്റ് നമ്പർ ഓഫ് കമ്പനീസ്. ആ കമ്പനീസിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സീ ഹു ആർ ദ പ്രൊഫഷണൽസ് ദെയർ. നിങ്ങൾ എപ്പോഴും കുറെ C-level CEOs അല്ലെങ്കിൽ C-1 പിന്നെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആ ലെവലിലുള്ളവരൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണക്ഷൻ ആഡ് ചെയ്താൽ ചിലപ്പോൾ അവർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഒരു 1 line ബാക്ക്, ഒരു 1 line ഡൗൺ, 1 layer ഡൗൺ, ഇഫ് യു റിക്വസ്റ്റ് ഫോർ കണക്ഷൻ ദേ മേ അക്സെപ്റ്റ്. ഇനി അതും അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് അവരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അവരുടെ കണക്ഷൻ ഒരു പക്ഷേ യു മേ ഹാവ് എ കോമൺ ഫ്രണ്ട് ദെയർ. അവരോട് പറയാം, കൻ യു പ്ലീസ് ആസ്ക് or request him to accept your request. അപ്പൊ ഈ രീതിയിൽ യു ക്യാൻ കണക്ട് ടു 500 കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഇതിലൊരു 80% എങ്കിലും നിങ്ങളുടെ ഒരു ടാർഗറ്റ്, നിങ്ങൾ കറന്റ് ഒരു പ്രൊഫഷനും അല്ലെങ്കിൽ ടാർഗറ്റ് ഡൊമൈൻ അല്ലെങ്കിൽ ടാർഗറ്റ് ജോബുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, റിലവന്റ് ആയിരിക്കണം. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആക്ടിവിറ്റീസ് on a regular basis, I'm not good in that honestly, but നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ ആ റിലവന്റ് ഫീൽഡിൽ നിന്നും നിങ്ങൾക്ക് റീപോസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യോ ചെയ്യാം. സോ വാട്ട് ദി അതേഴ്സ് ലൈക്ക് നിങ്ങളുടെ കണക്ഷനിലുള്ളവർ എന്ത് ചെയ്യും, ദേ സീ വാട്ട് യു ആർ ഡൂയിങ്. അപ്പം വളരെ ഇംപ്രസീവ് ആയിട്ടുള്ളതായിരിക്കണം ചെയ്യേണ്ടത്. എന്താണ് നിങ്ങൾ സംതിങ് യുണീക്ക് ആയിരിക്കണം. നമുക്കിപ്പോ ഇന്നത്തെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT നമുക്ക് നിങ്ങൾക്ക് ഒരു ആർട്ടിക്കിളിന് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എൻ ആർട്ടിക്കിൾ ഫോർ യു. പക്ഷെ അതിൽ നിന്ന് എന്ത് വാല്യൂ അഡീഷൻ ആണ്, എന്ത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് വാട്ട് യു ഷെയറിങ്. ആ പേഴ്സണൽ ടേക്ക് അവേ അല്ലെങ്കിൽ ആ പേഴ്സണൽ അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ ദേ സീ ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് എ ChatGPT അല്ലെങ്കിൽ ഒരു GPT ക്രിയേറ്റഡ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആണെങ്കിൽ ദേ വിൽ നോട്ട് ഈവൻ ലുക്ക് ഇൻ ടു യുവർ ആർട്ടിക്കിൾ. അപ്പൊ നിങ്ങളുടെ ആർട്ടിക്കിൾ വായിക്കണമെന്നുണ്ടെങ്കിൽ അത് സംതിങ് യുണീക്ക് ആയിരിക്കണം, സംതിങ് യുവർ പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ സംതിങ് യുവർ ഫൈൻഡിങ്. അപ്പൊ ആ രീതിയിൽ യു ക്യാൻ, അല്ലെങ്കിൽ ഇപ്പൊ ചിലർ നിങ്ങൾ പങ്കെടുത്ത ഇവന്റ്സിനെ കുറിച്ചിട്ട് അവിടുന്നുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ്, ഒരു ഇന്നോവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടാവാം. സോ ഇത് കാണുന്നവർക്ക്
they should have some takeaway from your article. അപ്പം എൻഗേജ്മെന്റ് അതിലൂടെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ദെൻ എക്സ്പീരിയൻസ്, നേരത്തെ ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ആ എക്സ്പീരിയൻസ് ക്വാണ്ടിഫയബിൾ ആയിരിക്കണം. അല്ല വെറുതെ നമ്മൾ കുറെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യുക, എന്നിട്ട് കുറെ അതിൽ എത്രത്തോളം ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും അത് റിലവൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സ്കിൽസ് ആണ്. അതിൽ താഴേക്ക് വന്നെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ട്. യു ക്യാൻ ആഡ് യുവർ യൂണിവേഴ്സിറ്റി, യുവർ പോസ്റ്റ് ഗ്രാജുവേഷൻ, whatever your educational qualification added there. അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്കിൽസ്. അപ്പൊ ഈ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് പ്രോപ്പർ സ്കിൽസ് ആയിരിക്കണം. ആ സ്കിൽസ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ജോബ് കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം നിങ്ങൾ എന്താണെന്നുള്ളത്. അപ്പൊ അതിൽ ഒരു സ്കില്ല് പോലും നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാഡ്ജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു എഡിറ്റ് ഓപ്ഷൻ ടു യുവർ പ്രൊഫൈൽ. എന്നിട്ട് ഏറ്റവും അതിന്റെ ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് എ ബാഡ്ജ്. അപ്പൊ ഈ ബാഡ്ജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യു ക്യാൻ കോപ്പി പേസ്റ്റ് ദാറ്റ് സ്ക്രിപ്റ്റ്. ഇതാണ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിലോ വ്ളോഗ്സിലോ സംവെയർ എൽസ് യു ക്യാൻ പ്ലേസ് ഇറ്റ്, സോ അതേഴ്സ് ക്യാൻ കം ടു യുവർ പ്രൊഫൈൽ വെരി ഫാസ്റ്റ്. ഇതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? അതിനകത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഐ ക്യാൻ ഓപ്പൺ ഇറ്റ്. വി ഹാവ് ഫ്യൂ മോർ സ്ലൈഡ്സ് ബിഫോർ ദാറ്റ്. ഇത് വളരെ ക്രൂഷ്യൽ ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ റിപ്പീറ്റഡ്ലി പറയുകയാണ് കീവേഡ്സ്. ഇതിൽ കീവേഡ്സ് ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രമല്ല, ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ CV പിന്നെ സേവ് ചെയ്യാൻ പറ്റും ആസ് എ PDF. See, my CV is done. So either option ആണ്. So you can create your CV from your LinkedIn profile, or you can use different other tools, or you can even utilize the ChatGPT or any other AI tools available. There are number of CV builders are available, paid and free. നിങ്ങൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രൊഫൈൽ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മിഡ് കരിയറിലോ സീനിയർ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ യൂസ് യുവർ എന്താ പറയുക പെയ്ഡ് ആയിട്ടുള്ള സർവീസസ് യൂസ് ചെയ്യാം. അതുപോലെ ലിങ്ക്ഡിന്റെ പ്രീമിയം വേർഷൻ യൂസ് ചെയ്യാം. അതിൽ നിങ്ങൾ CV ബിൽഡിങ്ങിനൊക്കെ കുറച്ചും കൂടി ഡീപ്പർ ഫീച്ചേഴ്സ് അതിനകത്തിൽ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങളൊരു എൻട്രി ലെവൽ ജോബോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ഇതിൽ പിന്നെ മണി സ്പെൻഡ് ചെയ്യാൻ താല്പര്യം, ഇറ്റ്സ് ആക്ച്വലി ഐ ഡോണ്ട് യൂഷ്വലി കോൾ ഇറ്റ് ആസ് എൻ എക്സ്പെൻസ്, ഇറ്റ് ഈസ് എ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മണി ഉണ്ടെങ്കിൽ യു ക്യാൻ ഈവൻ ഗോ ഫോർ ലിങ്ക്ഡിൻ പ്രീമിയം. നമ്പർ ഓഫ് അഡ്വാൻറ്റേജസ് ആർ ദെയർ. ഈവൻ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടാനുള്ള നിങ്ങളുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റി വിൽ ട്രിപ്പിൾ ഇറ്റ്. അപ്പൊ ആ രീതിയിൽ ചെയ്യാം. ബട്ട് ഇറ്റ്സ് നോട്ട് എ മസ്റ്റ്. നിങ്ങൾക്ക് നമ്പർ ഓഫ് അതർ ഓപ്ഷൻസ് ആർ അവൈലബിൾ. ഈവൻ പെയ്ഡ് അല്ലാത്ത സർവീസസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. കീവേഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറെ മുമ്പ്, അത് CV ആയിരുന്നു, CV കാലത്താണ് ഒരാൾക്ക് പിന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പം അവർക്ക് വേണ്ടത് ഒറാക്കിൾ ഫൈനാൻസ് ആണ്. അപ്പൊ ഞാൻ അത് നാച്ചുറലി അത് പോസ്റ്റ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി ഐ ഗോട്ട് എ CV. I sent it to the employer and they've called that okay, we need the candidate. The candidate went for the interview. ഒരു 2 അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ അവസാനിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് പിന്നെ ഞാനും കൂടെ പോയിരുന്നു ആളുടെ കൂടെ. അപ്പൊ ആള് പെട്ടെന്ന് ഇറങ്ങി വന്നു. അപ്പം ഞാൻ കരുതി ഓക്കെ, ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. ബട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒറാക്കിൾ ഫൈനാൻസ് അദ്ദേഹത്തിന് ജസ്റ്റ് അറിയാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഡീപ്പർ നോളജോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് അതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഈ ഇന്റർവ്യൂവേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എനിക്ക് കഴിഞ്ഞ ഒരു 15 years അല്ലെങ്കിൽ പ്രിസൈസ്ലി പറഞ്ഞാൽ ലാസ്റ്റ് 10 years ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഐ വാസ് ലീഡിങ് Middle East and Africa implementation and support engineers, more than 45 engineers coming from different countries and different suppliers. അപ്പൊ എനിക്ക് tens of hundreds of candidates ഇന്റർവ്യൂ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും അവർ ഇന്റർവ്യൂവിൽ ഫെയിൽ ആവുന്നത് ഈ കീവേഡ്സിലാണ്.
ഈ സി വി ഒന്ന് നല്ല സൂപ്പർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ദേ ആഡ് എ ലോട്ട് ഓഫ് വേർഡ്സ്. പഴയ കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ChatGPT ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് അങ്ങനെ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ കൂടുതലും വരുന്നത് കോപ്പി പേസ്റ്റ് ആണ്. മറ്റാരുടെയെങ്കിലും CV എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ CV ബിൽഡ് ചെയ്യുക. അപ്പം അതോടുകൂടി ആ ഇന്റർവ്യൂ ഫെയിലായി. കാരണം നിങ്ങളുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ഹോളി ബുക്ക് അല്ലെങ്കിൽ ഒരു ബയോഗ്രഫി മാതിരിയാണ്. അപ്പൊ നിങ്ങളല്ലാത്ത ഒരു വേർഡും ഒരു സ്കില്ലും CV-യിലോ ലിങ്ക്ഡിൻ പ്രൊഫൈലിലോ ഉണ്ടാകാൻ പാടില്ല. കാരണം ആ ഏറ്റവും കട്ട കീവേഡ് എടുത്തിട്ടായിരിക്കും നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കാൻഡിഡേറ്റ്സിന് എണ്ണം കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ എലിമിനേഷൻ പ്രോസസ്സാണ് ആദ്യം നോക്കുന്നത്. ഈ എലിമിനേഷൻ പ്രോസസ്സിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് ഔട്ട് ആവും. യു മേ ബി ഗുഡ് വിത്ത് എക്സ്പീരിയൻസും നിങ്ങളുടെ സ്കില്ലും ഒക്കെ ഉണ്ടാവാം, പക്ഷെ നിങ്ങൾ ആ എലിമിനേഷനിൽ തന്നെ പുറത്തു പോകുന്നത് കാരണം നിങ്ങളെ കിട്ടേണ്ട അവസരം കൂടി ഇല്ലാണ്ടാവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്നത് മാത്രം ആണ് വേണ്ടത്. പക്ഷെ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഒരു ജോബിലേക്ക് സാധാരണ രീതിയിലുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻസ് JD ഇഷ്യൂ ചെയ്യും എല്ലാ എംപ്ലോയേഴ്സും. നല്ല എംപ്ലോയേഴ്സ് എല്ലാം അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അതും നിങ്ങളുടെ CV-യും തമ്മിലൊന്ന് ക്രോസ് മാച്ച് ചെയ്ത് നോക്കുക. ഇതിലെവിടെയാണ് സ്കിൽ ഗ്യാപ്പ് ഉള്ളത് നോക്കുക. ആ സ്കില്ല് നിങ്ങൾ ആദ്യം അപ്സ്കിൽ ചെയ്യുക, നിങ്ങളെ നോളജ് കൂട്ടുക, എന്നിട്ട് മാത്രമേ നിങ്ങൾ CV-യിൽ ആഡ് ചെയ്തിട്ട് അയക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് ആ ഒരു നോളജേ ഉള്ളൂ, എക്സ്പീരിയൻസ് ഇല്ല, അപ്പൊ അത് ഇന്റർവ്യൂവിൽ വളരെ ബി ഓപ്പൺ, ഓണസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. സേ ദാറ്റ് ഐ ഹാവ് ഓൺലി ജനറിക് നോളജ്, അല്ലെങ്കിൽ ഇന്നത് മാത്രമേ എനിക്ക് അറിയുള്ളൂ, അറിയാത്തത് ഐ ഡോണ്ട് നോ എന്ന് സോളിഡ് ആൻഡ് ഫേം ആയിട്ട് പറഞ്ഞാൽ മിക്ക എംപ്ലോയേഴ്സും ഒരു പക്ഷേ ചിലപ്പോൾ ടാലന്റഡ് ആളെക്കാൾ നിങ്ങളെ ആയിരിക്കും പിക്ക് ചെയ്യുക. അപ്പം ഇത്രയാണ് ആ ലിങ്ക്ഡിനുമായിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചാറ്റിലുണ്ടോ അബൂക്കർ സാഹിബ്? അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അവസാനം നമുക്കൊരു Q&A സെഷൻ കൂടി ഉണ്ട്. നമ്മൾ ടൈം ചെക്ക് എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ എത്ര സമയം കൂടി എനിക്കുണ്ട്? അബൂക്കർ സാഹിബ്, യു ആർ ഓൺ മ്യൂട്ട്. നവസാഹിബ്, നിങ്ങളുടെ റിസോഴ്സ് കംപ്ലീറ്റ് ആകുന്നവരെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇനി 10-15 അല്ലെങ്കിൽ മിനിറ്റ്സ് ആൾക്കാരുടെ സമയം വാല്യബിൾ ആണ്. 10-15 മിനിറ്റ്സ് ഇറ്റ്സ് ഓക്കെ. വെരി ഗുഡ്, ഓക്കെ, ഫൈൻ. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിലവിലുണ്ടോ? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ്സ് വേണമെങ്കിൽ ഓപ്പൺ ആക്കാം. അത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് ചെയ്യാം. അതായത് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ലിങ്ക്ഡിൻ ഓർ CV ഓർ എനിത്തിങ് ഐ ഹാവ് സെഡ് സോ ഫാർ. നിലവിൽ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി അഥവാ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കീപ് ഇറ്റ് റെഡി. എനിക്ക് ഇത് നമുക്ക് വി ക്യാൻ കം ബാക്ക് ടു ദ സെയിം അഗൈൻ. ഷുവർ. ഓക്കെ, അപ്പൊ നമ്മള് പ്രൊഫൈൽസ് നോക്കി. നമ്മള് ലിങ്ക്ഡിൻ ഏതാണ്ട് ഓൾമോസ്റ്റ്, ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് 100% കവേർഡ്. കാരണം ലിങ്ക്ഡിൻ ഇറ്റ് സെൽഫ് ഒരു 2 hour സെഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് യു ക്യാൻ ഫോളോ മീ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്. അത് ഫെമിലിയർ അല്ലെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് പലരും ഒരുപക്ഷെ എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം. എങ്കിലും അങ്ങനെ അതില്ലാത്ത എൻട്രി ലെവലിൽ ഉള്ള അല്ലെങ്കിൽ ഏർലി കരിയറിലൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഫൈൻ. നമ്മൾ ഡെമോ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. നമ്മളിപ്പം വി ടോക്ട് അബൌട്ട് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗിൽ ഇറ്റ്സ് നോട്ട് ഓൺലി ലിങ്ക്ഡിൻ, മൾട്ടിപ്പിൾ അതർ നെറ്റ്വർക്കിംഗ്സിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ there are number of recruiting agencies are available in globally and locally, domestically. സൗദി അറേബ്യയിൽ മാത്രമുള്ള ഏജൻസീസ് ഉണ്ട്, GCC-യിൽ ഏജൻസീസ് ഉണ്ട്, ഗ്ലോബൽ ഉള്ള ഏജൻസീസ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്. അതായത് പെർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് ജോബ്സ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്, ഹെൽത്ത് സെക്ടർ മാത്രം ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്, ഗ്ലോബലായിട്ട് എനി ജോബ് ഹാൻഡിൽ ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. അതുപോലെ കമ്പനികളുടെ വെബ്സൈറ്റുകൾ. ഇപ്പൊ എന്റെ കമ്പനി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ ദേ യൂഷ്വലി പബ്ലിഷ് ഓൾ ദി ഓപ്പൺ ജോബ്സ്. ഓപ്പൺ ജോബ്സ് മീൻസ് പബ്ലിക്കിന് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോബ്സും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കരിയർ പോർട്ടലിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. സിമിലർലി മോസ്റ്റ് ഓഫ് ദി നാഷണൽ, ഇന്റർനാഷണൽ, മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാം ദേ പോസ്റ്റ് ദെയർ ജോബ് ഇൻ ദെയർ വെബ് പോർട്ടൽ. അതുപോലെ ഓൺലൈൻ മറ്റ് പോർട്ടൽസ് ഉണ്ട്, കോമൺ പോർട്ടൽസ്, റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ഉണ്ട്. അപ്പൊ ഈ 4 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്
ആയിട്ടുള്ള ചാനൽസിലൂടെയാണ് നിങ്ങൾ ഒരു ജോബിലേക്ക് യൂഷ്വലി എത്തുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഓൺലി വൺ. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം സബ്മിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോബബിലിറ്റി വളരെ ലോ ആയിരിക്കും. ചിലപ്പോൾ യു മേ നോട്ട് ഗെറ്റ് എ റിക്വസ്റ്റ്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു സബ്മിറ്റ് ചെയ്തു ലിങ്ക്ഡിൻ വഴിയോ അല്ലെങ്കിൽ കമ്പനി വെബ്സൈറ്റ് വഴിയോ. ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് നിങ്ങൾ എൽസെഗില് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു വേക്കൻസി വന്നു. യു ഫൗണ്ട് ഇറ്റ് ദാറ്റ് ദർ ഇസ് എ വേക്കൻസി. അപ്പൊ ആ വേക്കൻസി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ആൻഡ് യു വിൽ ബി വെയിറ്റിംഗ് ഫോർ ദി ഇന്റർവ്യൂ ഓപ്പർച്യൂണിറ്റി. എന്താ സംഭവിക്കാന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഒരു പ്രോബ്ലം, തൗസൻഡ്സ് ഓഫ് CVs ആണ് വരുന്നത്. അതുകൊണ്ട് ഒരു ഹ്യൂമൻ HR പണ്ട് HR ഇരുന്നിട്ട് ഇത് ഫിൽട്ടർ ചെയ്യലാണ്. പക്ഷെ ഇപ്പം ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് വേൾഡിൽ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇതുപോലെ എല്ലാ കമ്പനികളും ഡിഫറെന്റ് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. വർക്ക് ഡേ, ഒറാക്കിൾ, സാപ്പ്, അതുപോലെ മിഡ് സൈസ്ഡും സ്മോൾ സൈസ്ഡുമായിട്ടുള്ള നമ്പർ ഓഫ് പ്ലാറ്റ്ഫോംസ് ആർ അവൈലബിൾ ഫോർ ദ ട്രാക്കിംഗ് സിസ്റ്റം. ആ ട്രാക്കിംഗ് സിസ്റ്റത്തിലൂടെ ഈ CV ഫൈനലി ആ ഫങ്ഷണൽ മാനേജർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? CV സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കണം, ഓക്കെ ഇന്ന കമ്പനി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലിങ്ക്ഡിനിൽ പോവുക, ആ കമ്പനി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അതിൽ ആരൊക്കെയാണുള്ളത്, അതിലെങ്ങനെയാണെങ്കിലും അതിൽ ആരെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്യണം. സപ്പോസ് നിങ്ങൾ എന്നെ കാണുകയാൽ എന്നെ കണക്ട് ചെയ്യണം. അപ്പൊ അതിലൂടെ എനിക്ക് ഒരു മെസ്സേജ് അയക്കാൻ സാധിക്കും. ഐ മേ റെസ്പോണ്ട് ഓർ ഐ മേ നോട്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നോക്കണം, ഇത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ് ഉണ്ട്, സംഘടനകളുണ്ട്. അതുവഴി ഹൗ ക്യാൻ ഐ കണക്ട് ടു മിസ്റ്റർ നവാസ്? ഓർ ഇവിടെ മറ്റ് പല ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, ഈ കോളിൽ തന്നെ ഉണ്ട്. അപ്പം അവരെ എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും? സോ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കമ്പനി ഇപ്പൊ ഇന്റർനാഷണൽ കമ്പനീസ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിക്ക് അവർക്കൊരു ഫെയർ പ്രോസസ് ഉണ്ട്. ആ ഫെയർ പ്രോസസ്സിലൂടെ തന്നെ പോവുള്ളൂ. ബട്ട് വാട്ട് വൺ തിങ് ഐ ക്യാൻ ഡു ഓർ വാട്ട് വൺ തിങ് വി ക്യാൻ ഡു ഇസ് ടു മേക്ക് ഷുവർ യുവർ CV ഇസ് കൺസിഡേർഡ്. നിങ്ങളുടെ CV അവിടെ എത്തിയോ ഇല്ലയോ, അല്ലെങ്കിൽ ആ ഫിൽറ്ററിംഗിൽ നിങ്ങൾ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇന്നാക്കാൻ സാധിക്കും. ദെൻ യു വിൽ ഗോ ത്രൂ ദ ഇന്റർവ്യൂ പ്രോസസ്. ഇന്റർവ്യൂ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂ ആണ് തീരുമാനിക്കുന്നത്. ആദ്യത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ CV തന്നെ അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടല്ല. അതായത് തൗസൻഡ്സ്, നിങ്ങൾക്ക് തന്നെ ലിങ്ക്ഡിനിലൊക്കെ അറിയാം, ലിങ്ക്ഡിൻ പോസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര നമ്പർ ഓഫ് CVs ഓൾറെഡി റിസീവ്ഡ് ആണെന്നും ഒക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ ചാൻസ് അവിടെ തന്നെ പോയി. അതുപോലെ ലിങ്ക്ഡിൻ പ്രീമിയം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈല് വാച്ച് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ രീതിയിൽ യു ക്യാൻ ഗോ ബാക്ക് ടു ദാറ്റ് എംപ്ലോയർ അല്ലെങ്കിൽ ആ ഹയറിംഗ് മാനേജർ. അത് നോർമൽ സ്റ്റാൻഡേർഡ് ലിങ്ക്ഡിനിൽ ആ ഫംഗ്ഷനാലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ ജോബ് ഹണ്ടർ ആണെങ്കിൽ, പ്രത്യേകിച്ചും വളരെ വലിയ ജോബ്സ് ഇന്റർനാഷണൽ കമ്പനീസിലും ഒക്കെയുള്ള, നിങ്ങൾ അത്രയും അംബീഷ്യസ് ആണെങ്കിൽ, ഒരു ആസ്പിരന്റ് ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇൻവെസ്റ്റ് സം മണി ഫോർ ദാറ്റ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ വളരെ എളുപ്പമാവും. അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ എന്നെ കണക്ട് ചെയ്യുന്നു. സോ ദെൻ ഐ വിൽ എൻഷുർ ദാറ്റ് യു ആർ പാർട്ട് ഓഫ് ദ ഇന്റർവ്യൂ, ദെൻ യു ഗെറ്റ് ദെയർ. ഇപ്പൊ വെരി റീസെന്റ് ഞങ്ങളുടെ ഒരു പാർട്ട്ണർ ടെക് മഹീന്ദ്ര, അവർക്കൊരു ഇമ്മീഡിയറ്റ് ജോബ് റിക്വയർമെന്റ് വന്നു. നാച്ചുറലി അവർ ലിങ്ക്ഡിനും അവിടെയൊക്കെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഓൾസോ ദേ സെഡ് നോ, വി നീഡ് സംബഡി ഹു ആർ അവൈലബിൾ കറന്റ്ലി ഇൻ റിയാദ് ആൻഡ് കറന്റ്ലി അവൈലബിൾ ഫോർ ദ ജോബ്. ഞാൻ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഇവിടെ ഒരു IT എഞ്ചിനീയേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ 1000+ മെമ്പേഴ്സ് ഉണ്ട്, 2000+ മെമ്പേഴ്സ്, 2000 അപ്രോക്സിമേറ്റ്ലി ഉണ്ട്. അതിൽ പോസ്റ്റ് ചെയ്തു. Within 24 hours, I received 20 CVs. And very next day, ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം നമ്മൾക്കത് ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ആയിരുന്നു. ഞാൻ അതിൽ നിന്ന് ആക്ച്വലി ഐ റിസീവ് 25. അതിൽ നിന്ന് ഞാൻ തന്നെ ഒരു ഫിൽറ്ററിംഗ് നടത്തി. ഇപ്പൊ IT ആണെന്ന് പറഞ്ഞിട്ടും ഐ റിസീവ് സം ലോജിസ്റ്റിക്സും മറ്റ് നോൺ റിലവന്റ് ആയിട്ടുള്ള CVs വന്നു. പക്ഷെ ഞാൻ അതിൽ ഇമ്മീഡിയറ്റ് ഒരു ഫിൽറ്റർ ചെയ്തിട്ട് ഐ ഹവ് സെൻഡ് ഇറ്റ് ടു ദി സപ്ലയർ, ദി കമ്പനി, and they started the interview process. I will not involve into the interview അല്ലെങ്കിൽ ഒരു ഫെയർ ഇന്റർവ്യൂ ആണ് മിക്ക ബിഗ് കമ്പനീസും നടത്തുന്നത്. അതുകൊണ്ട് അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യില്ല. ഈ റെഫറൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റോങ് ഇൻഫ്ലുവൻസ് അല്ലത്. റെഫറൽ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കാൻഡിഡേറ്റ് നമ്മളൊന്ന് എൻഡോസ് ചെയ്യുകയാണ്. യു ആർ പാർട്ട് ഓഫ് ദ ഇന്റർവ്യൂ. വൺസ് യു ആർ ഇൻ ടു ദ ഇന്റർവ്യൂ, ദ ഹയറിംഗ് മാനേജർ അല്ലെങ്കിൽ ദ ടീം ഓഫ് പാനലിസ്റ്റ്, ടീം ഓഫ്
ഇന്റർവ്യൂവേഴ്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനലിസ്റ്റ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അത് അവരുടെ ഓരോ കമ്പനിക്കും അതിന്റെ ഒരു പ്രോസസ് ഉണ്ടാവും. സോ അറ്റ്ലീസ്റ്റ് യുവർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ജോബ് ഈസ് മച്ച് ഹയർ. നൗ നേരത്തെ പറഞ്ഞ നമ്മളിവിടെ ഇതിൽ പറഞ്ഞു റിക്രൂട്ട്മെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടൽസ്, ആ കാറ്റഗറിയിലുള്ള ഒരു ലീഡിംഗ് കമ്പനീസ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ബട്ട് ദിസ് ലിസ്റ്റ് ഇസ് ഓൺലി ബേസ്ഡ് ഓൺ മൈ റിസർച്ച് അല്ലെങ്കിൽ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ബട്ട് ഇറ്റ്സ് എ ലോട്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജോബ് ഡൊമൈനിലുള്ള ഏതാണ് ഈ ടൈപ്പ് ഓഫ് ഏജൻസീസ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്നുള്ളത് യു ഹാവ് ടു വർക്ക് ഓൺ, research it and find who are the best for you. For example, financial services ആണെങ്കിൽ Adventures, Huxley, Cooper Fitch, Gulf Connections, ഒരു സീനിയർ എക്സിക്യൂട്ടീവ്സിലൊക്കെ ആണെങ്കിൽ മൈക്കൽ പേജ് അല്ലെങ്കിൽ മിഖായൽ പേജ്, ഹേസ്, റോബർട്ട് വോൾട്ടേഴ്സ്, ഇങ്ങനെയുള്ള നമ്പർ ഓഫ്, ഐ എം നോട്ട് ഗോയിങ് ടു റീഡ് ഔട്ട് ഈച്ച് ആൻഡ് എവറിഥിങ്. But technology-ലാണെങ്കിൽ so you can find a few top companies. Senior management, I think there is a slight copy-paste issue. I need to cross-check what was they were specialized for. അതുപോലെ പ്ലാറ്റ്ഫോംസ് ഇവിടെ സൗദി അറേബ്യയിൽ ലീഡിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്, സിമിലർ ടു മേ ബി ലിങ്ക്ഡിൻ, ബൈത്ത്, ഗൾഫ് ടാലന്റ്, നോക്രി ഗൾഫ്, ഇവരെല്ലാം ഈ സിമിലർ സർവീസസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കൺസൾട്ടൻസ്, ചിലര് റിസോഴ്സസ് എന്നുള്ളതിനപ്പുറത്ത് സർവീസ് ആൻഡ് സൊല്യൂഷൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ടെക് മഹീന്ദ്ര, ഐ നോ ദം, TCS, വിപ്രോ, ഇവരെല്ലാം not only as a resource. Some companies എന്ന് വെച്ചാൽ അവര് റിസോഴ്സ് ഹയറിംഗ് മാത്രമാണ്. They hire the resource and give it to the customer. And the other companies like Tech Mahindra, Wipro, they give it as a solution. Link Group, ഇത് നമ്മൾ ഇതിനകത്ത് ലിങ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ I know the person very well. ഇവിടെ ഹൈലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. എന്റെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണക്ഷനിൽ എനിക്ക് വന്ന റിക്വസ്റ്റിൽ പലതും അവർ വഴി ജോബ് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ പല പ്രൊഫൈൽസും അല്ലെങ്കിൽ പിന്നെ ലോക്കൽ സൗദിയിൽ മാത്രമുള്ള റിക്രൂട്ടിംഗ് ഏജൻസീസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും SNS, സൗദി വർക്ക് ഫോഴ്സ്, മാൻ പവർ. ദർ ആർ നമ്പർ ഓഫ് സച്ച് കമ്പനീസ് ആർ അവൈലബിൾ. സോ ഇതൊരു, ഞാൻ നേരത്തെ അതിൽ തുടക്കത്തിൽ സൂചിപ്പിച്ച മാതിരി ഇറ്റ്സ് എൻ ഓഷ്യൻ. അപ്പൊ ഇവിടെ ബിഗ് പ്ലേയേഴ്സ് ഉണ്ട്, ബിഗ് ഫിഷസ് ഉണ്ട്, സ്മോൾ ഫിഷസ് ഉണ്ട്, സ്മോൾ ഹണ്ടേഴ്സ് ഉണ്ട്, ബിഗ് ഹണ്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ഓരോ എംപ്ലോയിയും അല്ലെങ്കിൽ ഓരോ ജോബ് ആസ്പിറൻസും ചെയ്യേണ്ടത് യു ഡു എ റിസർച്ച്. ആ റിസർച്ച് നിങ്ങളുടെ, അപ്പൊ നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ലിമിറ്റ് ടു വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. അപ്പൊ അത്രത്തോളം ഇതൊരു വാസ്റ്റ് ആൻഡ് വൈഡ് ആണ് ആൻഡ് ഡൈനാമിക് ആണ്. അപ്പം ആ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഫൈൻഡ് ഹു ആർ ദ റൈറ്റ് പീപ്പിൾ. ഫോർ എക്സാമ്പിൾ ഇതിലെ ബോട്ടം റൈറ്റിൽ നിങ്ങൾ കാണുന്ന പാഴ്സൺസ്, ഈ പാഴ്സൺസ് ഇപ്പൊ റീസെന്റ് എൻ്റെ ഒരു വൈഫിന്റെ ഒരു കസിന്റെ ഹസ്ബൻഡ് അതായത് ട്രാഫിക് മാനേജ്മെന്റിൽ, ഡിജിറ്റൽ ട്രാഫിക് മാനേജ്മെന്റിലും ഈവൻ കൺസ്ട്രക്ഷനിലും സ്പെഷ്യലൈസ്ഡ് റിസോഴ്സസിന് മെഗാ പ്രോജക്ട്സിനൊക്കെ കൊടുക്കുന്ന കമ്പനീസ് ആണ് പാഴ്സൺസ്, അറ്റ്കിൻസ്. അപ്പം ഇതൊരു, ഐ എം ജസ്റ്റ് ഗിവിംഗ് യു എ സ്പാർക്ക് ഓൺലി, ഐ എം ജസ്റ്റ് ഗിവിംഗ് യു എ ഹെഡ്സപ്പ് ഓൺലി. ഹെഡ്സപ്പ് ഓഫ് ഹെഡ് ഹണ്ടേഴ്സ് ആണ്, ഇറ്റ്സ് നോട്ട് ദ കംപ്ലീറ്റ് ലിസ്റ്റ്. സോ ദാറ്റ് ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ R&D ചെയ്ത് അല്ലെങ്കിൽ ഞാൻ എടുത്ത ഡേറ്റ, definitely I will be sending it as a document. But what I would suggest is go and do a deep dive into the ocean and you will get your fish and you will know who can find your fish. ഇനി ഇന്റർവ്യൂയിലേക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? കുറച്ച് ചാറ്റ് കാണുന്നുണ്ട്. ഷുഡ് ഐ സ്റ്റാർട്ട് ദി Q&A or go for? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്ന് ചില ക്വസ്റ്റ്യൻസ് ഞാൻ ഡയറക്ട്ലി കോപ്പി ചെയ്തിട്ട് നിങ്ങൾ വാട്സാപ്പിലേക്ക് ഇടുന്നുണ്ട്. ഇഫ് യു ക്യാൻ ആക്സസ് ഈസിലി. Okay, and I can read that, no problem. Message. Okay. അതിൽ ചിലതൊക്കെ നിങ്ങൾ ഓൾറെഡി അഡ്രസ് ചെയ്തിട്ടുണ്ട്. രണ്ട് സ്ലൈഡും കൂടെ ഉള്ളൂ. So I can finish this. Go ahead. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു 2 സ്ലൈഡും കൂടെ ഉള്ളൂ. I'll finish the slide and then go for the Q&A. Yes. അപ്പൊ അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലും ടൈം കോൺഷ്യസ് ആയിട്ട് ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ they can leave. So let me finish a couple of slides. Okay, perfect. ഞാൻ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഇപ്പം ഈ ഇന്റർവ്യൂ ആയിട്ട് റിലേറ്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്റർവ്യൂ, ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് മാത്രം ഞാൻ ഒരു വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു. അതുപോലെ ഹൗ ടു സക്സീഡ് ഇൻ യുവർ കരിയർ എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് അതർ വർക്ക്ഷോപ്പ് ചെയ്തു. ഇതിൽ ഓരോന്നും ഓരോ മൊഡ്യൂൾ അല്ലെങ്കിൽ ഓരോ വർക്ക്ഷോപ്പ് ആയിട്ട്
2 to 3 hours കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതെല്ലാം കൂടി നമ്മൾ മാറ്റിക്കുറിക്കുകയാണ് ഈ ഒരു 1 hourലേക്ക് ചുരുക്കിയത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ചൊരു ഓവർ ഇൻഫർമേഷൻ ഉണ്ടാവും. എങ്കിലും ഇൻഫർമേഷൻ വാട്ട് എവർ യു സി യു വിൽ ഗെറ്റ് ബൈ ഇമെയിൽ. അതിൽ ഞാൻ ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് ദാറ്റ് മേ ബി യുവർ ടേക്ക് അവേ. ഇവിടെ ഇന്റർവ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പ്രത്യേകിച്ചും ജോബില് ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. ഹാർഡ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആസ് ദാറ്റ് യുവർ ക്വാളിഫിക്കേഷൻ, യുവർ എക്സ്പീരിയൻസ്, യുവർ സർട്ടിഫിക്കേഷൻ, സംതിങ് ഒരു ഹാർഡ് പേപ്പറിൽ കാണിക്കാൻ പറ്റുന്നതെല്ലാം ഹാർഡ് സ്കിൽസ് ആണ്. മറിച്ച് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ അതൊരു സർട്ടിഫിക്കേഷൻ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഇറ്റ് മേ ബി യുവർ ആറ്റിറ്റ്യൂഡ്, ഇറ്റ് മേ ബി യുവർ ബിഹേവിയർ, യുവർ ഇമോഷണൽ ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള കുറെ ബിഹേവിയറൽ ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്. ഇപ്പൊ ലീഡർഷിപ്പ് ഒന്നും ഒരു എക്സാം എഴുതിയിട്ട് യു മേ നോട്ട് ബി ഏബിൾ ടു പ്രൂവ് ഇറ്റ്. അപ്പം ഈ സംഗതികളാണ് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഒരു ഇന്റർവ്യൂവിന് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അതിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹാർഡ് സ്കിൽസ് ആണ് നിങ്ങളെ ഒരു ജോബിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഹാർഡ് സ്കിൽസ് get the candidate into an interview, but soft skills often decide the final selection. And very recently, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ഒരു 20 CVs അയച്ചു കൊടുത്തതിലും ഞാൻ ഫൈനലി അതിന്റെ സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സെലക്ട് ചെയ്ത കാൻഡിഡേറ്റിന് ഞാൻ നോക്കിയപ്പോൾ he was not the highly super experienced ഹാർഡ് സ്കിൽസും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. അതിനേക്കാൾ ഹാർഡ് സ്കിൽസും ഒക്കെ ഉള്ള കാൻഡിഡേറ്റ്സിന്റെ CV ഞാൻ അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ആ കാൻഡിഡേറ്റുമായിട്ട് കുറച്ച് ഈ സെലക്ഷന് ശേഷം ഒക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്തപ്പോൾ മനസ്സിലായത് ഹിസ് സോഫ്റ്റ് സ്കിൽ വാസ് യുണീക്ക്. The way he was following up, the way he was talking to me, the way he was approaching to the matter, it was amazing. മൈന്യൂട്ട് കാര്യങ്ങൾക്കും അതിന്റെ ഒരു പ്രോപ്പർ ഫോളോ അപ്പും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വളരെ ക്രൂഷ്യലാണ് ഇന്റർവ്യൂസിൽ. അപ്പം ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ജോബ്. ഇതിന്റെ പെർസെൻറ്റേജ് ഒന്നും ഒരു സിസ്റ്റമാറ്റിക്കലി എനിക്ക് പറയാൻ കഴിയില്ല. ഹാർഡ് സ്കിൽസ് 40% അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് സംടൈംസ് മേ ബി ഹാർഡ് സ്കിൽസ് 40%ഉം സോഫ്റ്റ് സ്കിൽസ് 60%ഉം ആവാം. തിരിച്ചു ആകാം, ഹാർഡ് സ്കിൽസ് 70%ഉം സോഫ്റ്റ് സ്കിൽസ് ഓൺലി 30%ഉം ആവാം. ഇതിൽ മോസ്റ്റ്ലി ബ്ലൂ കോളർ ജോബ്സ് ആണെങ്കിൽ ഒരുപക്ഷെ ഹാർഡ് സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൂടുതലുണ്ടാവാം. മറിച്ച് വൈറ്റ് കോളർ ജോബ്സ് ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സ്കിൽസിന് മോർ ഇമ്പോർട്ടൻസ് വരും. അപ്പൊ ഇതാണ് ഇത് തമ്മിലുള്ള ഒരു സിമ്പിൾ ഒരു ഇത് പറയാൻ കഴിയുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ജോബ് ആണ്. ഇപ്പൊ എല്ലായിടത്തും ഇപ്പം ഒരു ഷെഫായിട്ടുള്ള ഒരാൾക്ക് ഒരു പക്ഷേ ചിലപ്പം അയാളുടെ കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് സ്കിൽ ആയിരിക്കില്ല. മറിച്ച് ആ കസ്റ്റമറെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, കസ്റ്റമറുടെ അടുത്ത് എങ്ങനെ കസ്റ്റമർ സർവീസ് എങ്ങനെ കൊടുക്കുന്നു. അതുപോലെ കസ്റ്റമർ സർവീസിലുള്ളവർക്ക് ഇവർക്കെല്ലാം സോഫ്റ്റ് സ്കിൽസ് ആണ് ഇമ്പോർട്ടന്റ് ഹാർഡ് സ്കിൽസിനേക്കാൾ. മറിച്ച് ചിലപ്പോൾ ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പം ഹാർഡ് സ്കിൽസ് ആണ് ചിലപ്പോൾ 80% വേണ്ടി വരിക. അത് അവരുടെ ബിഹേവിയർ അല്ല ഇമ്പോർട്ടന്റ്, അവരുടെ നോളജ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ സർട്ടിഫിക്കേഷൻസ്, ഇതൊക്കെ ഭയങ്കര ക്രൂഷ്യൽ ആയിരിക്കും. മേ ബി 10 to 20%. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പം ചില സയന്റിസ്റ്റിന്റെ അടുത്തൊക്കെ സംസാരിച്ച ഇയാൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നിയേക്കാം. കാരണം അവരുടെ ഹാർഡ് സ്കിൽസ് ആർ ക്രൂഷ്യൽ. അപ്പം അത് നിങ്ങളുടെ ജോബിന് ഹാർഡാണോ സോഫ്റ്റ് ആണോ ഏറ്റവും ഹൈലി വേണ്ടതെന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ജോബ്. ഇനി രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എലിവേറ്റർ പിച്ചാണ്. അതായത് ഞാൻ ഇന്റർവ്യൂവിൽ കണ്ടിട്ടുള്ള ഏറ്റവും ബിഗ് ഫെയിലിയർ പലപ്പോഴും ഈ ഇൻട്രൊഡക്ഷൻ ആണ്. അവരോട് ക്യാൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 95 അല്ലെങ്കിൽ 100% ഇന്റർവ്യൂവേഴ്സും ആദ്യം തുടങ്ങുന്നത് അങ്ങനെയാണ്. നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. നമ്മൾ മലയാളിയാണ്ട് ഞാൻ പറയാം, ചില ആൾക്കാർ പറയുമ്പോൾ പറയും ഞാൻ കേരളയിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഐ എം ഫ്രം കേരള, ദെൻ ഇന്ന ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്, ഇന്ന പഞ്ചായത്തിൽ നിന്നാണ്, ഇന്ന വാർഡിൽ നിന്നാണ്. ഇങ്ങനെയുള്ള ഒരു ആവശ്യവുമില്ലാത്ത ഇൻഫർമേഷൻസ് എല്ലാം പറഞ്ഞിട്ട് അവരുടെ ഇനിഷ്യൽ ബ്രീഫിംഗ് അല്ലെ ആ ഇൻട്രോ തന്നെ കംപ്ലീറ്റ് ഡിസാസ്റ്റർ ആയിരിക്കും. അവിടെ തന്നെ യുവർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ദ ജോബ് ഇസ് ഗോൺ. പിന്നെ അവർ ചിലപ്പോൾ ടൈം തന്നെ കളയില്ല. ചിലപ്പം ഒരു 10 കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആദ്യത്തെ 2 മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് 2 minutes ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ 10 minute എടുത്താൽ 10 minute ഇൻട്രോയിൽ നിങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ 5 minute എടുക്കുന്നു. ബാക്കി 5 minute ആണ് നിങ്ങളെ റിഫ്ലക്ട് ചെയ്യാനുള്ള സമയം. സോ ബി വെരി വെരി കെയർഫുൾ. യൂസ് ഓൺലി 30 to 60 seconds or the maximum 2 minutes for your initial intro.
ഫസ്റ്റ് ഇൻട്രോ. അത് കഴിഞ്ഞിട്ട് അവർ ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ ദേ വിൽ ആസ്ക് യു മോർ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും, ഓക്കെ വാട്ട് യു ഡു നൗ, അല്ലെങ്കിൽ നിങ്ങളുടെ കറന്റ് എന്താണ്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. ഇങ്ങനെയുള്ള നമ്പർ ഓഫ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അത് കഴിഞ്ഞിട്ട് വരുന്നത്. അതുപോലെ ഇപ്പം സൗദി അറേബ്യ അല്ലെങ്കിൽ ദുബായിലേക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൾച്ചറിനെ കുറിച്ച് ഒരു മിനിമം ധാരണ ഉണ്ടാവണം. കാരണം അവര് ഇന്റർവ്യൂവിന് ഇത് ചോദിക്കുന്നു, അപ്പൊ നിങ്ങളുടെ ആൻസർ പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ യു മേ ഫെയിൽ ദെയർ. എനിക്ക് എൻ്റെ ഒരു എക്സാം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കാൻഡിഡേറ്റ്, ഈ കാൻഡിഡേറ്റ് ഞാനൊരു മെന്ററിങ് കൊടുത്തിട്ടും ഇന്റർവ്യൂവിൽ പറഞ്ഞു ഐ ആം ലുക്കിംഗ് ഫോർ ജോബ് ഓൺലി ഇൻ സൗദി, അല്ലെങ്കിൽ ഐ പ്രിഫർ ഓൺലി സൗദി. ഈ റിക്രൂട്ടർ ആക്ച്വലി നോക്കുന്നത് ഒരു മൊബിലിറ്റി, അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, വി ക്യാൻ സെൻഡ് ടു എനിവെയർ, ഒരു ബാച്ചുലർ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ എനിവെയർ ടു മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റിനെ ആയിരുന്നു ഈ എംപ്ലോയർ നോക്കുന്നത്. അപ്പൊ അവിടെ തന്നെ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി പോയതോടുകൂടി ദ ജോബ് ഈസ് ഗോൺ. കാരണം അവിടെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അപ്പൊ അടുത്ത കാൻഡിഡേറ്റ് വന്നിട്ട് പറയാണ് വാട്ട്സ് യുവർ പ്രിഫറൻസ്, പറയും ഐ എം ഫൈൻ ടു വർക്ക് എനിവെയർ. And if you give me an opportunity or if you give me an option to choose, I may choose Saudi എന്ന് പറയാം. അപ്പം നിങ്ങൾ പറയുന്ന ആൻസർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിനും നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി, നിങ്ങളെ ഇപ്പം ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ചിലപ്പോൾ ഒരു 10 minutes to 30 minutes ഒക്കെ ആയിരിക്കാം മാക്സിമം ഒരു ഇന്റർവ്യൂ പോകുന്നത്. ഈ 30 minutesനുള്ള ഒരാളെ കംപ്ലീറ്റ് ബിഹേവിയർ മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ടഫ് ടാസ്ക് ഫോർ ദ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ ഹയറിംഗ് മാനേജേഴ്സിന്. അപ്പൊ അവര് ചില ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ടീം പ്ലെയർ ആണോ? ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു അക്കാഡമിക് ടീച്ചറുടെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ അതിൽ ഒരു സ്റ്റുഡന്റിന്റെ ഒരു പ്രോബ്ലം നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഐ വിൽ ട്രൈ ദിസ്. ഞാൻ പറഞ്ഞു ഓക്കെ യു ഫെയിൽ ഇൻ ദാറ്റ്, വാട്ട് യു ഡു. ഞാൻ വേറൊരു അറ്റംപ്റ്റ് നടത്തും. അപ്പൊ അതും ഫെയിൽ ആയാലും ചെയ്യും, ഞാൻ വീണ്ടും വേറെ നടത്തും. അപ്പൊ ആൾ കണ്ടിന്യൂസ്ലി ടെലിംഗ് മീ ഡിഫറെന്റ് ഓപ്ഷൻസ് ബൈ ഹിസ് ഓൺ. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ആൾ 1-2 അറ്റംപ്റ്റ് നടത്തി ഫെയിൽ ആയാൽ ഈസ് ഹി ടോക്കിംഗ് ടു ഹിസ് കൊളീഗ്സ്, ഈസ് ഹി ടോക്കിംഗ് ടു ഹിസ് സുപ്പീരിയേഴ്സ്, ഈസ് ഹി ടോക്കിംഗ് ടു ഹിസ് മാനേജേഴ്സ്. അതാണ് ടീം പ്ലെയർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നമ്പർ ഓഫ് ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്, നിങ്ങൾ സ്കിൽഡ് ആണ്. പക്ഷേ ഫെയിലിയർ ആവുന്ന എവിടെയെന്ന് വെച്ചാൽ ആ സോഫ്റ്റ് സ്കില്ലിലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇൻട്രോ പോലും റോങ് ആവുന്ന എവിടെയാണ്? യുവർ സോഫ്റ്റ് സ്കിൽ, യുവർ കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് ഗുഡ്. നിങ്ങളെ ലീഡർഷിപ്പ് സ്കിൽസിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ ടീം പ്ലെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും ഡിഫറെന്റ് ക്വസ്റ്റ്യനിലൂടെ, 100% അല്ലെങ്കിലും ടു സർട്ടൻ എക്സ്റ്റെന്റ്. അതുപോലെ പേഴ്സണാലിറ്റി, എനിക്ക് ഓർമ്മയുണ്ട് ഒരു കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിന് വന്നത്, ഓക്കെ നിങ്ങൾ എപ്പോഴും 100% സ്യൂട്ട് വിത്ത് ടൈ, വെരി ക്യൂട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ പൂക്കി ലുക്കൊന്നും വേണോ നിർബന്ധമില്ല. പക്ഷേ ഒരു ഇന്റർവ്യൂവിന്, ആ പെർട്ടിക്കുലർ ഇന്റർവ്യൂവിന് മാച്ച് ചെയ്യുന്ന ഒരു കോസ്റ്റ്യൂം ആയിരിക്കണം ഇത് മിനിമം. അതല്ലാത്ത നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഹിസ് CV വാസ് ഗുഡ്, ബട്ട് ഐ ഡി നോട്ട് ചൂസ് ഇറ്റ്. ചിലപ്പോൾ എന്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ആ ഇന്റർവ്യൂവറും അതുപോലത്തെ കാൻഡിഡേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഹി മേ ലൈക്ക് ഹിം, ബട്ട് മെജോറിറ്റി ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തേർഡ് എന്ന് പറയുന്നത്, ഫോർത്ത് വൺ, നിങ്ങൾ സൗദി അറേബ്യയെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞത് the fourth one, how do you handle the pressure? അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ഒരു സോഫ്റ്റ് സ്കിൽസ് മെഷർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കാം, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിക്കാം. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ വീക്ക്നെസ്സും എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവർ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ വീക്ക്നെസ്സിനെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പറയാണ്, ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു നിങ്ങൾ യൂട്യൂബിലും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ പറയാണ് ഞാൻ ജോബ് ചെയ്യുന്നതിൽ ഡിസിപ്ലിൻഡ് അല്ല എന്നത് നിങ്ങളുടെ ഒരു പ്രശ്നമാണെങ്കിൽ, യു ക്യാൻ ആർട്ടിക്കുലേറ്റ് ദാറ്റ് ഇൻ എ വേ യു ഡിലേയിങ് ദാറ്റ് ജോബ്, അല്ലെങ്കിൽ യു ഡിലേയിങ് ദാറ്റ് ബിക്കോസ് യു ടു ബി എ പെർഫെക്ഷനിസ്റ്റ്, ടു ബിക്കം ടു ഒരു പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു ടേക്കിംഗ് മോർ ടൈം. അപ്പൊ ആ രീതിയിൽ എല്ലാ നെഗറ്റീവ് ആൻസേഴ്സിനെയും നിങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്യേണ്ടത് പോസിറ്റീവിലായിരിക്കണം. അപ്പൊ ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻസ് വരാം.
സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പം അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതിനൊരു സ്ട്രാറ്റജി ഉപയോഗിക്കാറുണ്ട്. അതിനാണ് സ്റ്റാർ മെത്തേഡ് എന്ന് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതായത് നമ്മളൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട്, ഇപ്പൊ ഇതിനകത്തിൽ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പറയാം എനിക്ക് രണ്ട് സിറ്റുവേഷൻ എന്താ, ഒരു സിറ്റുവേഷൻ പറയുക. അപ്പൊ കുറച്ചുകൂടി ജെന്യുവൻ സിറ്റുവേഷൻ ആയിരിക്കണം. അതായത് ഞങ്ങൾ ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, വി ഹാഡ് എ ഡിസ്അഗ്രിമെന്റ്. ഞങ്ങൾ അങ്ങോട്ട് അത് ഇന്ന പെർട്ടിക്കുലർലി ഒരു എഗ്രിമെന്റ് ഇല്ല ഇന്ന ഒരു പെർട്ടിക്കുലർ ടാസ്കില്. സോ അത് ടി എന്ന് പറയുന്നത് ടാസ്ക് ആണ്. സോ ഹൗ ടു റിസോൾവ് ഇറ്റ്. സോ ഐ നീഡ് ടു റിസോൾവ് ദിസ് കോൺഫ്ലിക്ട് ആൻഡ് കീപ് ദ പ്രൊജക്ട് ഓൺ ട്രാക്ക്. അല്ലെ, ഇത് റിസോൾവ് ചെയ്തേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് അതിനെ അക്നോളജ് ചെയ്തത്, അല്ലെങ്കിൽ ആക്ഷൻ എന്തായിരുന്നു? I organized a quick meeting and clarified the roles and expectations. അപ്പം മൾട്ടിപ്പിൾ ടീം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, ആ സ്ട്രെസ്, അതിലൂടെ വന്ന സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ദെൻ ഹൗ വി ക്യാൻ മൂവ് ടുഗദർ ആസ് എ ടീം എന്നതാണ് എംപ്ലോയർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളുടെ നേരത്തെയുള്ള പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നുള്ള റൈറ്റ് എക്സാമ്പിൾ എടുത്തിട്ട് ഈ ഒരു മെത്തഡോളജിയിൽ വെറുതെ ഞാൻ പറയണ യെസ് ഐ ക്യാൻ ഹാൻഡിൽ ദാറ്റ് എന്ന് പറഞ്ഞാൽ how the employer would know that yes, in real scenario you will do it or not. So give an example situation with the task, how did you handle it, and what was the exact action item, and what was the result. So finally the result, that's a star. So yes for situation, task, action and result. ഇനി ടെക്നിക്കൽ ആൻഡ് ഫങ്ഷണൽ ഇന്റർവ്യൂ ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല, കാരണം ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അതായത് 100+ ആൾക്കാരുണ്ടായിരുന്നു. അവര് ഡിഫറെന്റ് ഡൊമൈൻസിൽ നിന്ന് വരുന്നതാണ്. അവരുടെ നിങ്ങളുടെ ടെക്നിക്കൽ ആൻഡ് ഫങ്ഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം വിൽ ബി ബേസ്ഡ് ഓൺ യുവർ ഡൊമൈൻ. ഇനി കോമൺ മിസ്റ്റേക്സ് ചിലത് ഞാൻ നേരത്തെ പറഞ്ഞു, ഡീറ്റെയിൽഡ് ഇൻട്രൊഡക്ഷൻ പാടില്ല. അതുപോലെ ഏത് കമ്പനിയിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിനെപ്പറ്റി നന്നായി റിസർച്ച് ചെയ്ത് പോകേണ്ടത്. ഞാൻ ഒരു കേസ് എൻ്റെ ഒരു റെഫറൽ പോയിട്ട് എൽസെക്കിൽ പോയിട്ട് അവര് ഇന്റർവ്യൂവിന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ the candidate was not even know anything about our company or with only very very little knowledge. അപ്പൊ ആ ഇൻഫർമേഷൻസ് എല്ലാം അവൈലബിൾ ആണ് എന്നത് ആലോചിക്കണം. സോ യു ഹാവ് ദ ഇൻഫർമേഷൻ ഇൻ യുവർ ഫിംഗർ ടിപ്സ്. റിസർച്ച്, ഹാവ് ദ ഇൻഫർമേഷൻ ആൻഡ് റെഡി ടു ഡെലിവർ. അത് വളരെ ജെന്യൂൻ ആയിട്ടും വളരെ പ്രോപ്പർ ആയിട്ടും കൺവിൻസിംഗ് ആയിട്ടും നിങ്ങൾ അത് ആൻസർ ചെയ്യുകയാണെങ്കിൽ യുവർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ദ ജോബ് ഇസ് മച്ച് ഹയർ ദാൻ എനി അതർ കാൻഡിഡേറ്റ്. ഇനി സാലറി പലരും ചോദിക്കാറുണ്ട്. ഐ യൂഷ്വലി സേ നമ്മൾ ഇനീഷ്യൽ ഡിസ്കഷനിലൊന്നും നിങ്ങൾ സാലറിയെ പറ്റിയിട്ട് നിങ്ങളുടെ ഡിമാൻഡ് വെക്കാതിരിക്കുക. അത് വൺസ് you can say the company can give me an offer based on the market standards and I would get back എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. കാരണം നിങ്ങൾ സാലറി പറഞ്ഞിട്ട് ഒരു പക്ഷെ നിങ്ങളോട് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അൺലെസ് അതർവൈസ് യു നീഡ് ടു ബി വെരി കെയർഫുൾ. യു നീഡ് ടു നോ ദാറ്റ് എന്ത് സാലറി പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, കുഴപ്പമില്ല. പക്ഷെ ഐ യൂഷ്വലി ഡോണ്ട് റെക്കമെൻഡ് ടു ആസ്ക് ദ സാലറി ഇൻ ദ വെരി ബിഗിനിങ്, ദ ഫസ്റ്റ് ഇന്റർവ്യൂ ഇറ്റ് സെൽഫ്. അതിന് യൂഷ്വലി നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് HR ഇന്റർവ്യൂസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇന്റർവ്യൂസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് യു ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കറന്റ് സാലറി ഇതാണ്, ഐ എം എക്സ്പെക്ടിങ് 25% ഇൻക്രീസ് അല്ലെങ്കിൽ 50% ഇൻക്രീസ്. അത് ഞാനും എൻ്റെ ഇന്റർവ്യൂസിൽ സെക്കൻഡ് ലെവലിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ പിന്നെ സെക്കൻഡ് ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരു ജോബ് മസ്റ്റായിട്ട് കിട്ടണം. എനിക്ക് ഐ ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് സാലറി ആണെങ്കിൽ ബെറ്റർ നോട്ട് ടു ടോക്ക്. അതല്ല, യു ഹാവ് എ ജോബ്, യു ആർ ലുക്കിംഗ് ഫോർ എ ഗ്രോത്ത്, അവിടെ യു ക്യാൻ ടെൽ ഓപ്പൺലി യു ആർ ലുക്കിംഗ് ഫോർ ഗ്രോത്ത്, ദിസ് ഇസ് വാട്ട്സ് മൈ സാലറി, കറന്റ് സാലറി. അത് യു ക്യാൻ മെൻഷൻ ഇറ്റ്. അതുപോലെ ജനറിക് ആൻസേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. ഐ ക്യാൻ റിസോൾവ് ദ പ്രോബ്ലം എന്ന് പറയുന്നതിന് പകരം ബി സ്പെസിഫിക്. അൺനോൺ കീവേഡ്സ് ഒരിക്കലും പാടില്ല. ഇനി നിതാക്കാത്ത് വളരെ ക്വിക്കായിട്ടൊന്ന് ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു പോവാണ്. നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ സൗദിയസേഷൻ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. പല ഡൊമൈൻസിലും ഡിഫറെന്റ് പെർസെൻറ്റേജസ് ആണ്. എന്നാൽ മാത്രമേ ആ കമ്പനിക്ക് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കൂ. പ്രത്യേകിച്ചും സൗദിയിൽ ഇല്ലാത്ത സൗദിയിൽ നിന്ന് പുറത്തുനിന്ന് ജോയിൻ ചെയ്തെടുത്ത് പറയാണ്, ഇതൊരു സൗദിയസേഷൻ പ്രോഗ്രാം ആണ് ടു ഗിവ് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ ദി സൗദി നാഷണൽസ് ടു ബിക്കോസ് ഇറ്റ്സ് ദെയർ ഹോം കൺട്രി. അപ്പൊ അവരുടെ അൺഎംപ്ലോയ്മെന്റ് 0ലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്തുള്ളൂ. അപ്പൊ എന്ന് എഴുതിയിട്ട് അവര് ഒന്നും 100% ചില ഡൊമൈൻസ് മാത്രം യു ക്യാൻ സി ഗവൺമെന്റ് സെക്ടേഴ്സ്, മിലിറ്ററി, റിലീജിയസ് അഫയേഴ്സ്, സെർട്ടൻ HR, ഇതെല്ലാം ഓൾമോസ്റ്റ് ഫുള്ളി റിസർവ്ഡ് ഫോർ നാഷണൽസ് ആണ്. അതേസമയം മറ്റു പല ഡൊമൈൻസിലും സെയിൽസിൽ
അക്കൗണ്ടിങ്ങിൽ, അതുപോലെ പിന്നെ കസ്റ്റമർ സർവീസിൽ, ജനറൽ അഡ്മിനിസ്ട്രേഷനിൽ, ഇതിലെല്ലാം പെർസെൻറ്റേജസ് ആർ ഡിഫറെന്റ്. ഇത് 100% വെരി റീസെന്റ് ആസ് വി സ്പീക്ക് ഇന്നത്തെ ഡേറ്റ ആവണമെന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്യുമെന്റ് വെച്ചിട്ടാണ്, ഇറ്റ് മൈറ്റ് ഹാവ് ചേഞ്ച്ഡ്, ബട്ട് യു ക്യാൻ റിസർച്ച് ആൻഡ് ഗെറ്റ് ദാറ്റ് നമ്പർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇപ്പം ആ ഒരു 100% സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഉള്ള ഒരു ജോബാണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ദെയർ. പിന്നെ അതിന് പല രീതിയിലൊക്കെ ഉള്ള ഷോർട്ട് കട്ട്സ്, അതൊന്നും നമ്മൾ ആ രീതിയിൽ പോകാതിരിക്കുക, മറിച്ച് യു ലുക്ക് ഫോർ അതർ കൺട്രി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് UAE ഉണ്ട്, യു ഹാവ് ദ എൻറ്റയർ വേൾഡ് ഈസ് ഓപ്പൺ ഫോർ യു. സോ നിങ്ങൾക്ക് മറ്റ് ജോബ്സ്, നിങ്ങൾ എപ്പോഴും ആ ഒരു അംബിഷ്യസ് ജോബിലേക്ക് പോകാൻ നോക്കുക, rather than only looking for Saudi Arabia. The job is very, very important. Company is very important. Then only the country comes. As long as the country is, safe and secure, any other company should be fine. എന്റെ കരിയർ ഞാൻ തുടങ്ങുന്നത് ദുബായിൽ നിന്നാണ്, 96-ൽ, then ഖത്തർ, then സൗദി. ചില ആൾക്കാരെങ്കിലും ചിന്തിക്കും ഇത് ഗ്രാഫ് തിരിച്ചാണല്ലോ എന്ന്. പക്ഷേ മൈ കരിയർ വാസ് ഗ്രോയിങ് എക്സ്പൊണൻഷ്യലി ഹൈ. അപ്പം അത് നമ്മുടെ സാലറി, നമ്മുടെ കമ്പനി, ഞാൻ ദുബായിൽ ഒരു ലോക്കൽ കമ്പനിയിലായിരുന്നു, ഖത്തറിലെത്തിയപ്പോഴേ ഞാനൊരു മിനിസ്ട്രിയിലായിരുന്നു, സൗദിയിലെത്തിയപ്പോഴൊരു ഇന്റർനാഷണൽ ലീഡിംഗ് ന്യൂസ് അഥവാ റോയിറ്റേഴ്സിലാണ് വന്നത്. അപ്പം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആർ ദെയർ ടു ചൂസ് യുവർ കരിയർ. ഇനി ഒറ്റ പോയിന്റ്, ഒരു കമ്പനിയും നിങ്ങളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ സേ നോ. കാരണം ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സോ അല്ലെങ്കിൽ മെയിൻ കമ്പനീസ് ആരും ദേ ഡോണ്ട് ആസ്ക് മണി ഫോർ യുവർ പോസ്റ്റിംഗ് ഓർ ഫോർ യുവർ ജോബ്. ചിലപ്പോൾ ചില നാട്ടിലുള്ള ലോക്കൽ റിക്രൂട്ടേഴ്സ് ഒക്കെ ഇങ്ങനെയുള്ള പിന്നെ എന്താ പറയാ എംപ്ലോയീസിന് ഫണ്ട് വാങ്ങാറുണ്ട്, ബട്ട് ദീസ് ആർ നോട്ട് പ്രോപ്പർലി ലീഗൽ. അപ്പം അത് മെജോറിറ്റി ഓഫ് ദ മേജർ ഇന്റർനാഷണൽ കമ്പനീസ് 100% നിങ്ങളുടെ വിസ, നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങളുടെ എല്ലാ കോസ്റ്റും കവേർഡ് ബൈ ദ കമ്പനി ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പൈസ അല്ലെങ്കിൽ ഒരു സർവീസ് ഫീ ചോദിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ യു കൺസൾട്ട് വിത്ത് പീപ്പിൾ ഇൻ സൗദി അറേബ്യ ഇഫ് ഇറ്റ്സ് ഫോർ സൗദി ഓർ ഇഫ് ഇറ്റ്സ് അനദർ കൺട്രി. നിങ്ങളുടെ നെറ്റ്വർക്കിലൂടെ അല്ലെങ്കിൽ ആ കമ്പനിയുമായിട്ട് കോൺടാക്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ അത് സംസാരിച്ചിട്ട് മാത്രമേ നിങ്ങൾ ആ ജോബ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതൊരു വലിയ ടോപ്പിക്കാണ്. 1-2 പേര് നമ്മളെ ഇതിന്റെ രജിസ്ട്രേഷനിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് നിങ്ങളുടെ നിലവിലുള്ള കരിയറിൽ നിന്ന് ഗ്രോ ചെയ്യണം എന്നുള്ളത്. ഞാൻ അതിന് ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രം ഒരു 3 hours വർക്ക്ഷോപ്പ് ഞാൻ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചിരുന്നു ഇവിടെ മീഡിയ ഫോറത്തിന്റെ അണ്ടറിൽ. അതുകൊണ്ട് അതിന്റെ ഡീപ്പായിട്ട് എനിക്ക് പോകാൻ കഴിയില്ല. ഒരു ഗ്ലാൻസ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമ്പർ ഓഫ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഒരു കമ്പനിയിൽ നിങ്ങൾ ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അതിൽ അതിന് ഏറ്റവും മിനിമം, ഞാൻ ഒരു സംഗതി പോലും നിങ്ങൾ ഇവിടെ കാണുന്നില്ല, ഇത് ഗ്രോ ചെയ്യാൻ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ആണെന്നുള്ളത്, അല്ലെ? ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടുള്ളൂ. അപ്പൊ അത് മസ്റ്റാണ്. പക്ഷെ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അപ്സ്കിൽ യുവർ സ്കിൽസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും ഹൈയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ആണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ മാറ്റേഴ്സ് ഓൺ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ പണി മാത്രമേ ചെയ്യുള്ളൂ, ഞാൻ വേറെ ആരുടെയെങ്കിലും എന്റെ ടീം മെമ്പറുടെയോ അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ മറ്റെന്തെങ്കിലും ഗ്രോത്തിന് വേണ്ടി നോ, ദിസ് ഇസ് നോട്ട് മൈ ജോബ്. അപ്പം am I accountable? Am I a person dependable? Am I a person to go and get the job done? ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജോബ്. നോട്ട് ഫോർ എവറി ജോബ് യു നീഡ് ടു ഹാവ് വെരി സൂപ്പർ ലാംഗ്വേജ്. ഞാൻ ഏറ്റവും ഭയങ്കര ഒരു എന്താ പറയാ സൂപ്പർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളൊന്നുമല്ല. ബട്ട് I had an opportunity to join as an engineer, then become a team leader, then project manager, then technical account manager, then the implementation manager for the country, for a sub-region and the region, Middle East and Africa. അപ്പൊ എനിക്ക് അങ്ങനെ എത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ any one of you can do that. But that doesn't mean that you don't have to work on communication. You have to. അതിന് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം ഡേ ബൈ ഡേ. അതുപോലെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. There you can go and present and improve your communication skills every week. Every week ഇവിടെ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. ഞാൻ അതിനെ അതൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്, അതുകൊണ്ട് അതിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല. I've been part of that organization from the last 13 years. അതിലൂടെയാണ് ഞാൻ എൻ്റെ ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നെറ്റ്വർക്കിംഗ്. നമ്മൾ ഒരു കമ്പനിയിൽ ഇരിക്കുമ്പോൾ
ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്സ്കില്ലിംഗ് വി ഹവ് ടോക്ട് അബൌട്ട് ഇറ്റ്. ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് മോർണിംഗിൽ കറക്റ്റ് ആയിട്ട് പോവുകയും വൈകുന്നേരം കറക്റ്റ് ആയിട്ട് വരികയും ചെയ്യുന്നതല്ല ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഈസ് ഓൾ അബൌട്ട് completing the assigned task on time or before time. Our attitude, we talked about it. Emotional quotient or emotional intelligence, very important. Your brand. നിങ്ങളൊരു ഇപ്പൊ നവാസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മുനീബ് എന്ന് പറയുമ്പോൾ അബൂബക്കർ എന്ന് പറയുമ്പോൾ ആ കമ്പനിയിൽ ഒരു ബ്രാൻഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോയിങ്ലി ഓർ അൺനോയിങ്ലി ആ ബ്രാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ യു ടു ഗ്രോ ഫർദർ. ചേഞ്ച്. കമ്പനികൾ ടൈം ടു ടൈം ദേ ബ്രിങ് മൾട്ടിപ്പിൾ ചേഞ്ചസ്. പലരും പറയും ഇതെന്നും ഇങ്ങനെ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും. ഐ കാൺസ് എന്ന് പറയുന്നവരെ പല കമ്പനീസും ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാറില്ല. അതുപോലെ ഫോക്കസ്ഡ് ആയിരിക്കണം. ഇന്നോവേഷൻ. ഫൈനലി ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. പലരും എനിക്ക് ഗ്രോത്ത് വേണം എന്ന് പറയുന്നുണ്ടെങ്കിലും ദേ ഡോണ്ട് റിയലി കം ഔട്ട് ഓഫ് യുവർ ഷെൽ. ഏത് ജോലിയാണോ ഇപ്പൊ ചെയ്യുന്നത് അതിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. മറിച്ച് യു കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ആ അടുത്ത സോൺ എന്ന് പറയുന്നത് ഒരു ഫിയർ സോൺ ആണ്. ആ ഫിയർ സോണ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫിയർ സോൺ എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും, അല്ലെങ്കിൽ എന്റെ വൈഫ് സമ്മതിക്കില്ല, വീട്ടുകാർ സമ്മതിക്കില്ല, പുറത്തൊരു കമ്പനിയിലേക്ക് പോയാൽ അല്ലെങ്കിൽ പുറത്തൊരു കൺട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ മേ ലൂസ് മൈ ജോബ്. ഈ ഒരു ഫിയർ സോൺ ക്രോസ് ചെയ്തിട്ട് യു അപ്സ്കിൽ യുവർ സെൽഫ്. അതൊരു ലേണിംഗ് സോൺ ആണ്. ഈ ലേണിംഗ് സോണിലൂടെ നിങ്ങൾ അപ്സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു റീച്ച് ടു ദ ഗ്രോത്ത്. ആ ഗ്രോത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവിടെ വീണ്ടും നിങ്ങൾ സ്റ്റാഗ്നന്റ് ആവും. സോ യു റിപ്പീറ്റ് ദ സെയിം. ഇതാണ് അതിന്റെ ഒരു വെരി ഷോർട്ട് ആയിട്ടുള്ള ആൻസർ. Then finally, just my conclusion. If you're looking for a job, understand the job market. Then the second is build your demanding skills. Very, very important. Upskill yourself or reskill yourself. Then make sure your CV is ATS friendly, automatic tracking friendly ആയിരിക്കണം. LinkedIn properly updated ആയിരിക്കണം. Then apply strategically. Okay, strategic target companies in the list ഉണ്ടാക്കുക. അതിലൂടെ നിങ്ങൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക ലിങ്ക്ഡിൻ ത്രൂ. ദെൻ യു അപ്ലൈ ത്രൂ ദ പോർട്ടൽസ്, either directly or through the portals. Networking, നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് വെരി വെരി ക്രൂഷ്യൽ. മേക്ക് ഷുവർ യു ആർ കണക്റ്റഡ് ടു ദ റൈറ്റ് പീപ്പിൾ. നിങ്ങൾ എന്ന വ്യക്തിയുടെ ഒരു ആവറേജ് എന്ന് പറയുന്നത് നിങ്ങൾ ആരുമായിട്ട് കണക്ട് ചെയ്തുള്ള അനുസരിച്ചിട്ടാണ്. അത് ലിങ്ക്ഡിനിലും അതെ, ലോക്കലി അതെ. ഇപ്പൊ നിങ്ങളെ ഫ്രണ്ട് സർക്കിൾ പോലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇപ്പൊ ലീഡർഷിപ്പിലേക്ക് ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ യു കണക്ട് വിത്ത് ലീഡേഴ്സ്. അപ്പൊ ആ ലീഡേഴ്സിനോട് നിരന്തരം നിങ്ങൾ സമ്പർക്കം ചെയ്യുമ്പോൾ തന്നെ അൺനോയിങ്ലി യു വിൽ ഗ്രോ ആൻഡ് യു ബിക്കം എൻ ലീഡർ. അങ്ങനെ ഞാനിപ്പോ സിജിയിലൊക്കെ വന്നിട്ട് സിജിയിലേക്ക് ലീഡേഴ്സിലൂടെ ഇപ്പോൾ കാണുന്ന ഞാനായത് അങ്ങനെയാണ്. ടോസ്റ്റ് മാസ്റ്ററിലൂടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, സിജിയിലൂടെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. മറ്റു പല ഓർഗനൈസേഷൻ, ഞാൻ MESന്റെ ജനറൽ സെക്രട്ടറിയാണ്, MES ഓർഗനൈസേഷന്റെ, അതുപോലെ സേവ സ്കൂളിന്റെ നേതൃത്വം. അപ്പൊ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടുമ്പം വോളണ്ടറീസ് ഓർഗനൈസേഷൻ ആണ് ഇതെല്ലാം, നോൺ പ്രോഫിറ്റബിൾ ആണ്. ബട്ട് അതിലൂടെയാണ് ഞാൻ ഗ്രോത്ത് ഉണ്ടാക്കിയത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഞാൻ പറഞ്ഞു നേരത്തെ, എംപ്ലോയേഴ്സിനെ വളരെ ക്രൂഷ്യൽ ആയിട്ട് സെലക്ട് ചെയ്യുക. യു ഡോണ്ട് ഹാവ് ടു പേ എനിത്തിങ് ഫോർ എ റൈറ്റ് ജോബ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോറി, ഞാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടുണ്ടാവാം, കാരണം മൾട്ടിപ്പിൾ ഇതുണ്ടായിരുന്നുകൊണ്ടാണ്. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് അബൂബക്കർ സാഹിബ്, എന്താണ് ക്വസ്റ്റ്യൻസ്? എനിക്ക് വാട്സപ്പിലാണോ അത് ലിസ്റ്റിലാണോ? അതല്ല ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാനുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കാം. ശരി, ഗോ ഹെഡ്. ഇല്ല, നിങ്ങൾക്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഓൾറെഡി എനിക്ക് തോന്നുന്നത് already addressed. Some of the questions you are already addressed. നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എക്സ്പീരിയൻസ് ഇല്ലാതെ കരിയർ ഗ്യാപ്പ് വന്നവർക്ക് ലേഡീസ് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ കൂടി പറയാമോ? വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്റെ വൈഫ്, ലേഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്റെ വൈഫ് ഏതാണ്ട് ഈ ക്വസ്റ്റ്യന് റിലവന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇവിടെ എത്തി, കരിയർ തുടങ്ങിയിട്ടില്ല. കരിയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിഗ് ഗ്യാപ്പായി. 10 years കഴിഞ്ഞു, മക്കളൊക്കെ ആയി. അത് കഴിഞ്ഞപ്പം ജോബിലേക്ക് വരണമെന്നുണ്ട്. അപ്പൊ ഭയങ്കര ഗ്യാപ്പ് ആയതുകൊണ്ട് പറഞ്ഞു ഇനി എനിക്കൊരു ജോബ് എന്ന് പറയുന്നതിനെ പറ്റി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ തീരുമാനിച്ചത് എന്ത് ജോബിലേക്കാണ്. അന്ന് ഇപ്പൊ ഒരു 10 years ബാക്ക് ഉള്ള കാര്യമാണ്. അന്ന് ഇവിടെ ലേഡീസിന് നഴ്സിംഗ് ജോബും ടീച്ചിങ് ജോബും മാത്രമായിരുന്നു അന്ന് ഓപ്ഷൻ അവൈലബിൾ. അപ്പൊ നമ്മളത് ടീച്ചിങ് തിരഞ്ഞെടുത്തു. ഇനി ടീച്ചിങ്ങിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്? അവിടെ നമ്മൾ അപ്സ്കിൽ ചെയ്യണം. അപ്പം
ആള് ഗ്രാജുവേറ്റ് ആയിരുന്നു. അത് അവിടെ നിന്ന് എന്ത് ചെയ്തു, BEd എടുത്തു. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്നും BEd എടുത്തു. പിന്നെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് പോലുള്ള അല്ലെങ്കിൽ CT പോലുള്ള ഓർഗനൈസേഷനിലൂടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്, ഈ ലാംഗ്വേജ് എന്ന് പറയുന്നതല്ല കമ്മ്യൂണിക്കേഷൻ, ദ കറേജ് ടു സ്പീക്ക്, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ പറ്റണം. ഒരു ഇന്റർവ്യൂവിന് പോയാൽ നിങ്ങൾ ഇൻട്രോ പറയാൻ പറ്റണം. നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ സൂപ്പർ ആയിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പം പപ്പായി പോകും, അല്ലെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡെലിവർ വാട്ട് യു ആർ, അല്ലെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു റിഫ്ലക്ട് വാട്ട് യു ആർ. അപ്പൊ അതിന് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്തു. ദെൻ സ്റ്റാർട്ടഡ് അപ്ലൈങ്. ഈ സെയിം തന്നെയാണ് ഏത് കരിയറിലാണെങ്കിലും. ഈ ഒരു ബ്രേക്കിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് യു അപ്ഡേറ്റ് യുവർ സ്കിൽസ് ടു മാച്ചിങ് ടു യുവർ പെർട്ടിക്കുലർ ജോബ് യു ആർ ലുക്കിംഗ് ഫോർ. പിന്നെ CV നേരത്തെ പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സ്കിൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാരലലി നിങ്ങൾ ചെയ്യേണ്ട ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ CV അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോഴ് ലിങ്ക്ഡിനും വളരെ വളരെ ക്രൂഷ്യലാണ്. പിന്നെ ഉള്ളത് മറ്റ് നെറ്റ്വർക്കിംഗ്. ഇപ്പൊ ഒരു ടീച്ചിങ് ജോബ് ആണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് സ്കൂൾസ് ഉണ്ട്, സോ യു ക്യാൻ അപ്ലൈ ദർ. അല്ലെങ്കിൽ ആ സ്കൂളിന്റെ മാനേജ്മെന്റ് ആരാണ്, അതിന്റെ നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ്, അതിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുക, അതിലൂടെ നിങ്ങളുടെ CVക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി അവിടെ കിട്ടും. അങ്ങനെ പോവുക. എന്നിട്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ എങ്ങനെയാണ് സക്സീഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ആ രീതിയിൽ നമുക്ക് അതുപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ടീച്ചിങ്, ഞാൻ ആ ഒരു എക്സാമ്പിൾ എടുക്കുന്നതേ ഉള്ളൂ. ടീച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ ചോദിക്കും വാട്ട്സ് യുവർ എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫെയിലിയർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷോർട്ട് ടൈം ആയിട്ട് വീട്ടിൽ നിന്ന് ഹോം ട്യൂഷൻ തുടങ്ങാം. അപ്പൊ ഇത് തന്നെ ആപ്ലിക്കബിൾ ആണ് വേറെ എന്തെങ്കിലും ജോബ് ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ഒരു അക്കൗണ്ടിങ് ജോബ് ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് റിമോട്ട്ലി ഷോർട്ട് ടൈം ആയിട്ട് ഉള്ള അക്കൗണ്ടിങ് ഇവിടുത്തെ കമ്പനികളെ ഹെൽപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ചെയ്യുന്ന കമ്പനികളുമായിട്ട് നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് സാലറി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ നിങ്ങൾ അവിടുന്ന് ഒരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പ് നേടുക. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങളുടെ പെർട്ടിക്കുലർ ജോബ് ഇതിനകത്ത് നിങ്ങൾ ഗ്രോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ സിജിയുടെ തന്നെ നമുക്കൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1-to-1 നമ്മൾ മെന്റർഷിപ്പ് തരും. അങ്ങനെ പല കാൻഡിഡേറ്റ്സിനും അവർക്ക് വേണ്ട ജോബിലേക്ക് എത്താൻ നമ്മുടെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓരോ ഡൊമൈനിലും ആൾക്കാരുണ്ട്. ഇവിടെ നേരത്തെ മുനീബ് പെട്രോകെമിക്കൽ ഫീൽഡിലാണ്, ഞാൻ വരുന്നത് IT ആൻഡ് ഫിനാൻസ് ഫീൽഡിലാണ്, നമ്മുടെ അബൂക്കർ സാഹിബ് ഫിനാൻസ് ഫീൽഡിലാണ്. അതുപോലെ MESന്റെ നമ്മളെല്ലാം ഈ പറഞ്ഞ ഓർഗനൈസേഷൻസ് എല്ലാം, ഞാൻ പറഞ്ഞതെല്ലാം നമ്മൾ മോർ ഇൻ ടു എഡ്യൂക്കേഷൻ ആൻഡ് ഒരു കരിയർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. കൾച്ചറിൽ നമ്മൾ ഉണ്ടെങ്കിലും നമ്മളൊരു ടു മച്ച് എന്റർടൈൻമെന്റ് എന്നുള്ളതല്ല, മറിച്ച് എന്റർടൈൻമെന്റ് ഉണ്ട്, ബട്ട് ദാറ്റ്സ് മോർ ഫോക്കസ്ഡ് ഇൻ ടു ഒരു ഫാമിലി, കൾച്ചറൽ ആൻഡ് കരിയർ എഡ്യൂക്കേഷണൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. അവിടെ എല്ലാം നിങ്ങൾക്ക് എത്താൻ പറ്റും. ഐ ഹോപ്പ് ഐ ഹാവ് ആൻസർഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഒരു കാര്യം കൂടി ഇപ്പൊ ബ്രേക്ക് എടുത്തവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ പിന്നെ എംപ്ലോയേഴ്സ് ഒരിക്കലും നോക്കുന്നത് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ളതല്ല. നിങ്ങൾ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള, ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള, നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണോ, then you will definitely get the job, no doubt. പക്ഷെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യണം മാത്രം. നേരത്തെ ഹൗ ടു മേക്ക് എ CV ATS ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു. അതിന്റെ സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ വേർഡ്സിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അതിൽ കുറെ ടേബിൾസും ബ്യൂട്ടിഫിക്കേഷനും ഒന്നും ആവശ്യമില്ല. വളരെ കൃത്യമായിട്ടുള്ള പിന്നെ വേർഡിങ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അത് ചെയ്യാൻ നിങ്ങൾക്ക് GPT ടൂൾസുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രീ ആൻഡ് പെയ്ഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ടൂൾസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഹൗ ക്യാൻ ഐ ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് ട്രസ്റ്റഡ് ഓർ റിപ്യൂട്ടഡ് ജോബ് റിക്രൂട്ടിംഗ് ഏജൻസീസ് ഓർ പോർട്ടൽസ്. ഞാൻ അത് ഓൾറെഡി എന്റെ സ്ലൈഡിൽ ഉണ്ടായിരുന്നു. ഫോർത്ത് വൺ, ഹൗ ക്യാൻ ഐ കൺഫേം മൈ CV ഈസ് അഡോപ്റ്റഡ് ടു ന്യൂ സിസ്റ്റംസ്. അത് വെരിഫൈ ചെയ്യാനുള്ള, നിങ്ങൾ ATS ഫ്രണ്ട്ലി ആണോ എന്ന് നോക്കാനുള്ള ഓൺലൈൻ ടൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ വി ക്യാൻ ഓൾസോ ഹെൽപ്പ് യു. നമുക്കത് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതിന്റെ ടൂൾസും അവൈലബിൾ ആണ്. ഞാനത് ആ ക്വസ്റ്റ്യന്റെ ടൂൾസ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ഐ വിൽ ഇൻക്ലൂഡ് ഇൻ ദ ഡോക്യുമെന്റ്സ്. നെക്സ്റ്റ്, സിൻസ് എവറി കമ്പനി ഹാസ് എ ഡിഫറെന്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ, we can customize our CV according to each role. But what should we do with LinkedIn, where we have only one profile for all job applications? വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ലിങ്ക്ഡിനിൽ അങ്ങനെ ഡിഫറെന്റ് പ്രൊഫൈൽ കീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ
ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ആൻസർ ചെയ്യാം. അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അത് ജനറലൈസ് ചെയ്തിട്ട്, കാരണം നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മാത്രമല്ല ഒരു കമ്പനി നോക്കുന്നത്. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ബ്രോഡർ സ്പെക്ട്രത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ CV നിങ്ങൾ കൊടുക്കുമ്പോൾ. എന്നാൽ ഈ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതുമായിട്ട് ഒരിക്കലും മാച്ച് ചെയ്യാത്ത ഒരു CV ആയിരിക്കരുത്. അതുമായിട്ട് മാച്ച് ചെയ്യാവുന്ന രീതിയിൽ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഫിനാൻഷ്യൽ മാർക്കറ്റ് സെയിൽസിലേക്കാണ് നോക്കുന്നതെങ്കിൽ അതിന്റെ ബ്രോഡർ ആസ്പെക്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ലിങ്ക്ഡിൽ കൊടുക്കുകയും കുറച്ചുകൂടെ പർട്ടിക്കുലർ ആയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൺസൈസ്ഡ് ആയിട്ട് CV-യിലേക്ക് മാറ്റാം. അപ്പൊ ആ രീതിയിലാണ് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുക. പിന്നെ ക്യാൻ യു സജസ്റ്റ് നെയിം ഓഫ് സൗദി റിക്രൂട്ടിംഗ് ഏജൻസീസ്? ഞാൻ നേരത്തെ തന്നെ അത് എന്റെ സ്ലൈഡ്സിൽ ഉണ്ടായിരുന്നു. ഗൾഫ് ടാലന്റ്, നോക്രി ഗൾഫ്, അതുപോലെ ലിങ്ക്, മൾട്ടിപ്പിൾ ഉണ്ടായിരുന്നു. ഞാൻ അതിന് മാക്സിമം കിട്ടുന്ന നമ്പർ ഓഫ് ബാക്കിയുള്ളതും കൂടി ഞാൻ അത് ഓതന്റിക് ആണോ എന്നും കൂടി വാലിഡേറ്റ് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് അതും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഡോക്യുമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ചാറ്റിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടോ? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ അതുമാകാം. ഹലോ സാർ. ഹലോ. പ്ലീസ് ഗോ അഹെഡ്. Yeah. അനസ്. യെസ് സാർ, ഞാൻ ഇവിടെ ഇലക്ട്രിക് എഞ്ചിനീയറിംഗിന് വേണ്ടിട്ട് വന്നായിരുന്നു. ആ. അപ്പം പ്രഷറാണ് എക്സാക്ട്ലി. ഞാനിപ്പോ ഒരു 6 month ആയിട്ട് ഇവിടെ സൗദിയിൽ നിലവിലുണ്ട്. ഞാൻ ഈ ലിങ്ക്ഡിനിലും കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 80 to 90% ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. കറക്റ്റ്. നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഞാൻ ഇപ്പോൾ നിലവിൽ എന്ന് പറഞ്ഞാൽ 1 year എക്സ്പീരിയൻസ് ഉള്ളത്. അതും GCC എക്സ്പീരിയൻസ് അല്ല ഉള്ളത്, നാട്ടിലത്തെ എക്സ്പീരിയൻസ് ആണുള്ളത്. ഓക്കെ അനസ്, ആദ്യം തന്നെ എന്തായാലും ആദ്യമായി വിഷ് യു ഗെറ്റ് എ ജോബ്. ഓക്കെ, ഞാൻ എന്റെ നേരത്തെ സ്ലൈഡ്സിൽ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് ഇത് ഞാൻ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം കൂടിയാണ്. ഒരുപക്ഷെ താങ്ക്സ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ നാട്ടിൽ നിന്നും ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് വിസയും എടുത്ത് വെറുതെ ഇങ്ങ് പോരുന്ന കുറേ അധികം കാൻഡിഡേറ്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ആരെങ്കിലും റിലേറ്റീവ്സോ പാരന്റ്സോ ഇവിടെ ഉണ്ടാവാം. നാട്ടിൽ കിട്ടുന്ന സാലറിയും ഇവിടെ കിട്ടുന്ന സാലറിയും കൂടെ ഒന്ന് കൺവേർഷൻ ചെയ്തിട്ട് നോക്കുമ്പോൾ വാവ്, ഇവിടെ 2000 റിയാൽ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ അത് 50,000 റുപ്പീസ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ ആദ്യം ഒരു മിസ്റ്റേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു മിനിമം ആ പർട്ടിക്കുലർ ഡൊമൈനിൽ 2 വർഷമെങ്കിലും, ഒരു 2 to 3 years നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരുന്നു വരേണ്ടിയിരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരുന്നത് 96-ലാണ്. അന്ന് ഞാൻ 92-ൽ കോഴ്സ് പാസ് ഔട്ട് ചെയ്തതിനു ശേഷം 3 വർഷം നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ദിവസം പോലും ഇന്ന് വരെ അൽഹംദുലില്ലാ കരിയറിൽ ഒരു ബ്രേക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അതൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. ഇനി ചെയ്യാൻ പറ്റുന്ന അനസ്, ഇത് ഒരു വൈഡ് ടോപ്പിക് ആണ്. നിങ്ങളെ ഇനി ഒരു ജോബിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ യു റീച്ച് ഔട്ട് ടു മീ. നമുക്ക് പിന്നെ ഇരുന്നിട്ട് ഒരു 1-to-1 മെന്ററിങ്ങിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ നിലവിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഫ്രീലാൻസ് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ജോബിലേക്ക് കയറിയിട്ട് അവിടുന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യേണ്ടി വരും. അനസ്, ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഹാർഡ് സ്കിൽസ് സോഫ്റ്റ് സ്കില്ലില് ഈ ഹാർഡ് സ്കിൽ ഉണ്ടെങ്കിലേ നിങ്ങളെ ഇന്റർവ്യൂവിൽ എത്തുള്ളൂ. അപ്പൊ ഹാർഡ് സ്കിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇന്റർവ്യൂവിൽ പോയി. ഇനിയുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് ഉപയോഗപ്പെടുത്തണം. ഓക്കെ. ഈ നെറ്റ്വർക്കിങ്ങിലൂടെ നിങ്ങൾ യു ഹാവ് ടു ഗെറ്റ്, നിങ്ങൾക്ക് അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ടെന്ന് എനിക്കറിയാം. ആ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു വിൽ ഗെറ്റ് ദ ജോബ്. പക്ഷെ ആ എൻട്രി കുറച്ച് ടഫാണ്. അങ്ങനെ വന്ന് ഇവിടെ എൻട്രി കിട്ടിയവരെ അറിയാം, ജോലി ഇല്ലാതെ പോയവരെ അറിയാം. 6 month ഇതില് ഇപ്പം ഒരു 4 month എൻറ്റയർലി ലിങ്കിൽ കൂടിയും കാര്യങ്ങളും കൂടിയും ഞാൻ കണക്ഷൻ ത്രൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നം എന്താ വെച്ചാല് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു 1 year താഴെയുള്ള എക്സ്പീരിയൻസ് ലിങ്ക്ഡിനിലൂടെ നിങ്ങളൊരു CV പോകുമ്പോൾ അവിടെ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഔട്ട് ആവും. കാരണം നമ്പർ ഓഫ് അതർ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സ് അവിടെ എത്തും. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അത് നമുക്കൊന്ന് 1-to-1 ഇരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിജിയുടെ തന്നെ നമുക്ക് മെന്ററിംഗ് സർവീസ് ഉണ്ട്. അപ്പൊ അവിടെ പിന്നെ സോറി ഒരു സെക്കൻഡ്,
പ്രസന്റേഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. സോറി പറഞ്ഞു. അനസ്, അത് നമുക്ക് നിങ്ങളുടെ ഡൊമൈനിലുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ടേ നമുക്ക് അതിനൊരു മാസ്റ്റർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഒരു 6 month പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ അത് വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത്. ഓക്കെ. വേറെ എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻ? സർ, ഞാൻ എംകോം MBA കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ MBA കഴിഞ്ഞിട്ട് എംകോം അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഫീൽഡ് ആയിരുന്നു വേണ്ടത്, അല്ല സ്ട്രീം ആയിരുന്നു വേണ്ടത്. പക്ഷെ ഞാൻ മാരേജ് ഒക്കെ കഴിഞ്ഞു തിരിച്ചു സൗദിയിൽ വന്നിട്ട് ഏകദേശം 11 years ആയി. ആക്ച്വലി ഞാൻ ഹസ്ബൻഡിന്റെ കമ്പനിയിൽ 1 year ഒരു ഡേറ്റ എൻട്രി പോലെ അക്കൗണ്ടിങ് ഡേറ്റാസ് എൻട്രി ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് സത്യത്തിൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ എനിക്കത് എനിക്കിപ്പം മക്കളൊക്കെ വലുതായി, എനിക്കിപ്പം കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര വർഷമായി ജോലി? എത്ര വർഷം ഇപ്പൊ ബ്രേക്ക് ആയിട്ട് എത്ര വർഷമായി? ലാസ്റ്റ് ഒരു എക്സ്പീരിയൻസ് 2020 നമ്മള് കൊറോണയ്ക്ക് മുന്നേ ആയിരുന്നു. അപ്പോ അത് 1 year ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് നമ്മളിങ്ങനെ ഡേറ്റ എൻട്രി പോലെ ചെയ്ത് കൊടുത്തതേ ഉള്ളായിരുന്നു. ഇലക്ട്രിക്കൽ കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. അത് വലിയ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും പിന്നെ എനിക്ക് ബിൽഡ് ചെയ്യണം എന്നുണ്ട്. ഞാൻ എംകോമും ഫിനാൻസ് മാർക്കറ്റിംഗ് ആണ്, MBA ഫിനാൻസ് മാർക്കറ്റിംഗ് നിങ്ങളെ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് പ്രത്യേകിച്ചും ലേഡീസ് സൈഡിൽ ഫേസ് ചെയ്യുന്ന ഒരു മാറ്റർ ആണ്. ഈ സിമിലർ ക്വസ്റ്റ്യൻ നേരത്തെ വന്ന് ഞാൻ ആൻസർ ചെയ്തിരുന്നു. അതിൽ ചെയ്യേണ്ട ഒന്നെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു 5 വർഷം മുമ്പുള്ള വേൾഡ് അല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ അതിന്റെ തുടക്കത്തിലെ സ്ലൈഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അതുപോലെ ഈ പ്രത്യേകിച്ചും വെരി റീസെന്റ് ഒരു 2 years വെച്ചാൽ AI-യുടെ ഒരു വലിയൊരു എവല്യൂഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡൊമൈനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് വളരെ മിനിമം ആണ്. ആകെ ചെയ്യേണ്ടത് നിങ്ങൾ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പുതിയ ടൂൾസിലേക്ക് ഒരുപക്ഷെ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താണോ ജോബ് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ അക്കൗണ്ട്സ് മാനേജ്മെന്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ അങ്ങനെ, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട്, ഇനിയിപ്പം ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് കമ്പനി ആണെങ്കിലും നിങ്ങളെടുത്തുനിന്ന് റിസൾട്ട് കിട്ടണമെങ്കിലേ പേ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്തോളാം എന്ന രീതിയിൽ നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യു ഗെറ്റ് ഇൻ ടു സംവെയർ. ഓക്കെ, അതിലൂടെ കോഴ്സ് ഞാൻ എങ്ങനെ കണ്ടെത്തും? എന്താണ് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യണമെങ്കിൽ പോലും, അല്ലെങ്കിൽ റിമോട്ടായിട്ട് വീട്ടിലിരുന്ന് ഓൺലൈൻ അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ഓഡിറ്റിംഗ് ഫേംസ് ഉണ്ട്. അവര് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നോക്കുന്നവരുണ്ട്. അപ്പൊ അവിടേക്ക് നമുക്ക് കണക്ട് ചെയ്ത് തരാൻ സാധിക്കും. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ ഞാൻ ആ സ്വിഗ്ഗിയിൽ കണക്ട് ചെയ്താൽ മതിയായിരിക്കും അല്ലേ? മതി. നമുക്ക് നമ്മൾ അതിന്റെ ജോബ് പ്രോമിസ് ചെയ്യല്ല. വി ക്യാൻ കണക്ട് ടു ദാറ്റ് നെറ്റ്വർക്ക്. ഓക്കെ, നമ്മളൊരു ജോബ് റിക്രൂട്ട്മെന്റ് ഏജൻസി അല്ല, മറിച്ച് നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതൊരു ഓഷ്യൻ ആണ്, ഇതിനകത്തിൽ എല്ലാവർക്കും ഉള്ള വിഭവങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള ജോലിയും അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ആദ്യം നിങ്ങൾ വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർസെൽഫ്. ഇപ്പൊ സാർ പറഞ്ഞപ്പോ കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു തന്നെ ബിലീവ്, നമുക്ക് തീർച്ചയായിട്ടും. അതെ, പിന്നെ അവിടുന്ന് നിങ്ങൾ എത്രത്തോളം അതിനു വേണ്ടിയിട്ട് സെൽഫ് എഫേർട്ട് ഇടുന്നിടത്താണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. ഓക്കെ, പക്ഷെ ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി. എനിക്കറിയാവുന്ന പലരും ഉണ്ട് ആ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ദേ ഗോട്ട് ഇൻ ടു ദ ജോബ്. അതെ, നമുക്കത് ആദ്യം എന്താണ് മാർക്കറ്റ്, എന്താണ് സംഭവം എന്ന് അറിയാനുള്ള, വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ, സോറി ടു കട്ട് യുവർ കോൺവെർസേഷൻ, വേറൊരു സംഗതി എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫീൽഡ്, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിത്താക്കാത്ത കാരണമോ മറ്റേതെങ്കിലും കാരണമോ അതിലേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് എ സെക്കൻഡ് ഓപ്ഷൻ. അപ്പൊ നമ്മൾ കുറച്ച് അക്കാര്യത്തിൽ ഫ്ലെക്സിബിൾ ആയിക്കൊണ്ട് യു ഗെറ്റ് എ സെക്കൻഡ് പ്ലാൻ ബിയിലൂടെ നിങ്ങൾ കയറി നിങ്ങൾ എക്സ്പീരിയൻസ് ആക്കി ഒരു 1 or 2 years കഴിഞ്ഞിട്ട് യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു യുവർ ഡ്രീം ജോബ്. അങ്ങനെ ചെയ്യാം. അല്ല, ഇപ്പം നമുക്ക് മെയിൻ ആയിട്ട് അങ്ങനെ സാർ പറയുന്നത് അക്കൗണ്ടിങ് മാനേജേഴ്സ് ആ ലെവലിലോട്ട് ഡ്രീം പോയിട്ടില്ല. ഒരു എൻട്രി ലെവലേ ഞാനിപ്പോ ആലോചിച്ചിട്ടുള്ളൂ. അതെ, നമ്മൾ പറയത്തില്ല ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് സിനിമയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർ ഭാവിയിൽ ഹീറോ ആവേണ്ടവരായിരിക്കാം, പക്ഷെ അവർ ആദ്യം ഏത് റോൾ കൊണ്ടും എടുക്കും അല്ലെ? കാരണം അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് വേണ്ടത്, എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അത് കഴിഞ്ഞാല് you can get back to your dream role or dream job. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. Sure. Thank you, sir. Thank you so much. Okay. Thank you. Welcome.
Any more question? ജസ്റ്റ് ക്വിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വിക്ക് ക്വസ്റ്റ്യൻ ഒരു സജഷൻ ആണ്. ഐ Sure. മീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും പറയാട്ടോ. ഇതൊരു ഫീഡ്ബാക്ക് കാരണം പറയാൻ പറ്റില്ല എനിക്ക്. ഞാനൊരു സജഷൻ പറയാനുള്ളത്, ഞാനൊരു ഇന്റർമീഡിയറ്റ് ലെവലിൽ കരിയറിലെ Sure. ആളാണ്. അപ്പോൾ ഇപ്പൊ ഈ സെഷനിലൂടെയും പിന്നെ അതേപോലെ കുറച്ച് പ്രീവിയസ് സെഷനിലൂടെയും ഫസ്റ്റ് ഹൈലി അപ്രീഷിയേറ്റിംഗ് ഈ ഓർഗനൈസേഷൻ ചെയ്യുന്നതിന്. അതിനുശേഷം Thank you. പറയുകയാണെങ്കിൽ ഈ സോഫ്റ്റ് സ്കില്ലിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ കുറെ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നിപ്പോ നവാസ് സാഹിബിന്റെ ഈ സെഷൻ കണ്ടപ്പോഴും അതിന്റെ ഒരു എന്താ പറയാ, ഒരു അൺഅവോയ്ഡബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഇതിൽ. അപ്പോൾ എനിക്ക് ചെറിയ റിക്വസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഓർഗനൈസേഷനും അതേപോലെ നവാസ് സാഹിബിന് സിജി അതേപോലത്തെ സെഷനിലെ നിങ്ങൾ ഈ സോഫ്റ്റ് സ്കില്ലിനെ എങ്ങനെ ആൾക്കാർക്ക് അത് എത്തിക്കാം, ഐ മീൻ എങ്ങനെ ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇന്റർമീഡിയറ്റ് കരിയറിലെ ആളാണ്, 10+ ഇയേഴ്സ് എക്സ്പീരിയൻസിലെ ആളാണ്. പക്ഷേ എന്റെ അടുത്ത് പോലും ഒരുപാട് ഫ്രഷേഴ്സും അതേപോലെ ഒരുപാട് ആളുകളും ജോലി എങ്ങനെ കയറാൻ പറ്റും, അതേപോലെ ഇപ്പൊ ഈ ചെയ്യുന്ന നല്ല വെൽഫെയർ പോലെ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നവാസ് സാഹിബിന്റെ പോലത്തെ ആളുകൾ അതേപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആളുകളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അവരെ പോലത്തെ ആളുകൾക്ക് ഇതേപോലെ ഈ സോഫ്റ്റ് സ്കിൽസ് മാത്രം ഒരു സെഷൻ വെക്കണേ ഓരോരുത്തർ കരിയർ റിലേറ്റഡ് ആയിട്ട് സോഫ്റ്റ് സ്കിൽസ് ഉണ്ടാവില്ലേ, തീർച്ചയായിട്ടും വളരെ അത് വാലിഡേറ്റ് അഡ്വൈസ് ചെയ്യാൻ സജഷൻ ആണ്. വളരെ നന്നായി. തീർച്ചയായിട്ടും സജഷൻ മാത്രമാണ് തീർച്ചയായിട്ടും. എനിബഡി. നോ വെരി വെരി വാലിഡ് ആൻഡ് റിലവന്റ് സജഷൻ ആണ് ഇത്. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളൊരു എനിക്കൊന്ന് സിജിയിൽ തന്നെ ഒരു 10 years ബാക്ക്, ഒരു മേ ബി 7 years ബാക്ക്, നമ്മൾ ലേഡീസിന് എക്സ്ക്ലൂസീവായിട്ട് ടീച്ചേഴ്സിന് മാത്രം ഇവിടെ ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു സെഷൻ ചെയ്തിരുന്നു, എക്സ്ക്ലൂസീവ്ലി ഫോർ ടീച്ചേഴ്സ്. അതിൽ മോക്ക് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ അതിനുശേഷം ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് നമ്മൾ വീണ്ടും മറ്റൊരു സെഷൻ ഡ്രീം ജോബ് എന്ന് പറഞ്ഞൊരു സെഷൻ നടത്തിയിരുന്നു. അവിടെ നമ്മൾ മോക്ക് ഇന്റർവ്യൂസ്. ഞാൻ എന്തുകൊണ്ടാണ് ടീച്ചേഴ്സിന് എക്സ്ക്ലൂസീവ്ലി ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ സേവ സ്കൂളിന്റെ ചെയർമാൻ ആയിരുന്ന സമയത്ത് നമ്പർ ഓഫ് ടീച്ചേഴ്സിനെ ലേഡീസിനെ ഇന്റർവ്യൂ ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിൽ ആവുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഉള്ളവരായിരുന്നു, അല്ലാത്തവരും ഉണ്ടായിരുന്നു. എന്റെ റീസൺ എന്ന് വെച്ചാൽ അവര് ഇന്റർവ്യൂവിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർ നിങ്ങളുടെ ഒരു എലിവേറ്റർ പിച്ച് ആ ഒരു മിനിറ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലുമുള്ള ധൈര്യം ഇല്ല, അവിടെ തന്നെ ഫെയിൽ ആവുകയാണ്. അപ്പം നമ്മൾ ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇന്റർവ്യൂ പാനലുള്ളവർ പരസ്പരം ഒന്ന് മുഖത്തോട്ട് നോക്കിയിട്ട് ഇന്റർവ്യൂ എങ്ങനെ ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കും. അപ്പം സോഫ്റ്റ് സ്കില്ലിൽ ഒരു കാര്യം മാത്രമാണിത്, നമ്മളെ ഒന്ന് പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഞാൻ സജഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അബൂബക്കർ സാഹിബ്, നമുക്ക് അല്ലെങ്കിൽ മുനീബും സിജിയുടെ ചെയർമാനും ഇവിടെ ഉണ്ട്, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് കൂടുതൽ വേണമെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഒരു കാര്യം മാത്രം ആഡ് ചെയ്യാം, ഞാൻ മുനീബാണ്. ഷുവർ. പിന്നെ അതുപോലെ നമ്മൾ റെഗുലർ ആയിട്ട് നടക്കുന്നതാണ് CLP, ക്രിയേറ്റീവ് ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് മന്ത്ലി ഇവന്റ് ഉണ്ട്. പിന്നെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അബൂബക്കർ സാഹിബിനോട് ചോദിച്ചാൽ മതി, മുപ്പതിന്റെ ആള്. അപ്പം ഞാനത് മിസ്സായതാണ്. കറക്റ്റ്. അതെ. അതുപോലെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, സിജിയുടെ CLP എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ടോസ്റ്റ് മാസ്റ്റേഴ്സ് നമ്മൾ കുറച്ചും കൂടി പ്രൊഫഷണലും കുറച്ചുകൂടെ കോസ്റ്റ്ലി ഒക്കെയാണ്. അതേസമയം CLP എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ അവിടെ വരുന്ന ആ ഒരു ഇവന്റിലെ കോസ്റ്റ് ഷെയർ ചെയ്യാന്നതിനപ്പുറത്ത് ഒരു എക്സ്പെൻസും ഇല്ല. പക്ഷെ ഈ നമ്മളുടെ തന്നെ ഇപ്പൊ നിലവിൽ ഇവിടെ നിങ്ങൾ റിയാദിൽ കാണുന്ന നമ്പർ ഓഫ് വ്ളോഗേഴ്സ് ഒക്കെ അവിടെ നിന്നായിരുന്നു തുടക്കം. അവരിന്ന് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഒക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിയലി പ്രൗഡ്. പക്ഷെ അവരുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ CLP-യിലൂടെ ആയിരുന്നു. അപ്പൊ CLP ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. അഷ്റഫ്, താങ്ക്സ് മണി. താങ്ക് യു വെരി മച്ച് ഇത്ര ഡീറ്റെയിൽ പറഞ്ഞതിന്. ഐ വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മുനീബ് സാഹിബ്, സാഹിബ് ഇൻഷാഅല്ലാഹ്. ഷുവർ. താങ്ക് യു. അബൂബക്കർ സാഹിബ്, ടൈം 9:10 ആയിട്ടുണ്ട്. ടൈം 9 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. സോ നമുക്ക് ഒന്ന് രണ്ട് ചാറ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ചാറ്റിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ ലോങ് ടേം കരിയർ എന്ന് വെച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ CE എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണോ ഉദ്ദേശിച്ചത്? ഐ തിങ്ക് സോ. ഈ സൗദി അറേബ്യ ഗുഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നിടത്ത് പിന്നെ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് പറഞ്ഞല്ലോ. ഞാൻ ഓരോ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടും ഒരു ഡീപ് സ്റ്റഡി നടത്തിയിട്ടില്ല. അത് വേണമെങ്കിൽ നമ്മൾ നോക്കേണ്ടി വരും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ മാത്രം ചില ഇൻഡസ്ട്രി ഇവിടെ അത്ര പിന്നെ ഹൈലി, ഇപ്പം ECL തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ അതിന്റെ ഒരു റിസർച്ച് ഫീൽഡിലോ ചിപ്പ് മാനുഫാക്ചറിങ്ങോ പിന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ പിന്നെ മാനുഫാക്ചറിങ് ഫീൽഡിലോ റിസർച്ച് ഫീൽഡിലോ ആണെങ്കിൽ ദിസ് നോട്ട് എ റൈറ്റ് പ്ലേസ്. മറിച്ച് സർവീസ് സെക്ടർ ആണെങ്കിൽ അതിന്റെ തന്നെ സർവീസ് ഇംപ്ലിമെന്റേഷൻ സപ്പോർട്ട് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ഫീൽഡിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ്സ് സൗദി ഇസ് ദ റൈറ്റ് പ്ലേസ്. Could the CG authorities build a community for any other ways to get a good job? See, job portals ഇവിടെ ധാരാളം ഉണ്ട്. അപ്പൊ നമ്മളൊരു ജോബ് പോർട്ടൽ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ
ഇതിലുള്ള ആൾക്കാരെ ഇനേബിൾ ചെയ്യുക ഇതുപോലുള്ള സെഷൻസിലൂടെ എന്നുള്ളതാണ്. അതുപോലെ wherever we can connect you to different network, we can connect. I run a CSR impact assessment startup in India, and I'm exploring expansion to Saudi Arabia. Would you recommend first gaining local experience through employment or directly launching the business and building the partnership? Manaf, I think we need to discuss maybe one-to-one to understand this more in detail. അപ്പം ഇവിടെ ബിസിനസ് നേരിട്ട് നിങ്ങൾക്ക് വന്ന് ചെയ്യാൻ സാധിക്കും. അതുപോലെ പക്ഷേ I would suggest first building talking to the local business partners. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ നമുക്ക് ബിസിനസ് ഗ്രോത്ത് ക്ലബ് ഉണ്ട്, കേരളൈറ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഡിഫറെന്റ് ഫോറംസ് ഉണ്ട്, ഇന്ത്യൻ ബിസിനസ് ഫോറം ഉണ്ട്. ഇതിലൊക്കെയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്താൽ കുറച്ചും കൂടെ ലോക്കൽ നോളജ് കിട്ടും. അതർവൈസ് ടെക്നിക്കലി ലീഗലി യു ക്യാൻ സ്റ്റാർട്ട് യുവർ ബിസിനസ്. ഞാൻ അതിൻ്റെ ഒരു എക്സ്പേർട്ട് അല്ല, സുഹാസ് ഈ കോളിലുണ്ടെങ്കിൽ മേ ബി ഹി ക്യാൻ ആൻസർ. ചാൻസസ് ഇൻ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഇൻ സൗദി അറേബ്യ, ഞാൻ അതിൽ അത്ര ഫെമിലിയർ അല്ല. സോഷ്യൽ മുനീബ് അതിനകത്തിൽ എന്തെങ്കിലും ആൻസർ ഉണ്ടാവും? സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ ഇവിടെ എത്രത്തോളം സ്പെസിഫിക് ആയിട്ട് നോട്ടീസ് ചെയ്തിട്ടില്ല, അങ്ങനെ സോഷ്യൽ വർക്കിലൊന്നും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അറിയില്ല. നോക്കാം. നമ്മുടെ അബൂബക്കർ സാഹിബ്, ഈ ചാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കൊന്ന് എക്സ്ട്രാ സേവ് ചെയ്യാന്നുണ്ടെങ്കിൽ വി വിൽ ഡു റിസർച്ച് ആൻഡ് സെൻഡ് ദ ഡോക്യുമെന്റ്. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ് ചെയ്യും. വാട്സപ്പിലൂടെ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവരെയും ഉൾപ്പെടുത്തിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഫോർവേഡ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. ടുഡേ ഓർ ടുമോറോ ഓർ ഡേ ആഫ്റ്റർ ടുമോറോ വി വിൽ അഡ്രസ് ആൾ ദ ക്വസ്റ്റ്യൻസ്. ബട്ട് റൈറ്റ് നൗ ഇറ്റ് ഈസ് ഓൾറെഡി ദ ടൈം ഈസ് ഓവർ, സോ ഇറ്റ്സ് നോട്ട് ടേക്ക് മോർ ക്വസ്റ്റ്യൻസ്. ഒരു സെക്കൻഡ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. Then you can take it over. Sure. Anyway, thank you everyone. ആദ്യം തന്നെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക്സ് അബൂബക്കർ സാഹിബ് ആൻഡ് ബാക്കിയുള്ള സിജിയുടെ എല്ലാ ഇതിന്റെ ബിഹൈൻഡ് ദ സ്ക്രീനിലും ഓൺ സ്ക്രീനിലും എല്ലാം വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ആകെയുള്ള ഒറ്റ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ടു ഈച്ച് ആൻഡ് എവറി പാർട്ടിസിപ്പൻസ്, വെദർ യു ആർ ഇൻ ഏർലി കരിയർ ഓർ മിഡ് കരിയർ ഓർ എന്താ പറയാ സീനിയർ എക്സിക്യൂട്ടീവ്സ് ആണെങ്കിലും, യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ഇൻ ദിസ് കൺട്രി ഫോർ യുവർ ഗ്രോത്ത്. ആകെ വേണ്ടെന്ന് പറഞ്ഞാൽ കീപ് അപ്സ്കില്ലിംഗ് യുവർ സെൽഫ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവർക്കാണെങ്കിൽ എൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ജോലി അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ ഇവിടെ ഉണ്ടെങ്കിൽ അവർ പറയാണ് വിസ എടുത്ത് തരാം ഇങ്ങോട്ട് പോരെ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായ സ്ഥാപനവും ബിസിനസ്സോ ജോബോ ഇവിടെ സെക്യൂർ ആണെങ്കിൽ യു ക്യാൻ കം, മോസ്റ്റ് വെൽക്കം. ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ 2 to 3 years വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം വണ്ടി കയറുക. ഇല്ലെങ്കിൽ നിങ്ങൾ കുറെ നാൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആഴക്കടലിൽ നീന്തിക്കൊണ്ടിരിക്കേണ്ടി വരും. ജോലി കിട്ടും, സംശയമൊന്നുമില്ല, പക്ഷെ കുറെ സമയം നിങ്ങൾ ക്ഷമിച്ച് കണ്ടുപിടിച്ച് വെയിറ്റ് ചെയ്താൽ യു മേ ഗെറ്റ് എ ജോബ്. ബട്ട് അത് ആ സമയം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഗെറ്റ് റെഡി ഫ്രം ഇന്ത്യ, ഗെറ്റ് റെഡി ഫ്രം കേരള, ദെൻ കം. താങ്ക് യു. ഓവർ ടു യു. Thank you so much. Thank you so much, Mr. Nawaz Rashid.